ഇപ്പോൾ ഏറ്റവും തന്നിരിക്കുന്ന നോട്ടീസ് ഞങ്ങൾ 1800 കോടി രൂപ അടക്കണം എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തികമായി പാപ്പരാക്കി പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ പാപ്പരാക്കുക, ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നരേന്ദ്രമോദി നടത്തുന്ന ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം, ഞങ്ങൾക്ക് വിവരങ്ങൾ കിട്ടിയെടുത്തോളം BJPയും അവരുടെ അക്കൗണ്ട് സമർപ്പിച്ചിട്ടില്ല യഥാസമയം. കഴിഞ്ഞ 2 കൊല്ലത്തെ വ്യക്തമായിട്ടും അതിൻ്റെ കൃത്യമായ കണക്ക് ഇന്ന് AICC ആസ്ഥാനത്ത് ഞങ്ങളുടെ ട്രഷറർ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. അവർ കണക്ക് സമർപ്പിച്ചിട്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് 2019-ലെത്തിയും 1996-ലെത്തിയും കാര്യം പറഞ്ഞ് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ അക്കൗണ്ടിലുള്ള ഫണ്ട് മുഴുവൻ മരവിപ്പിച്ചു. ഇപ്പം ഞങ്ങളോട് ഇത്രയും ഫണ്ട് അടക്കാൻ പറഞ്ഞിരിക്കുന്നു. ഇത് ജനാധിപത്യം കശാപ്പ് ചെയ്യാനും കൊല ചെയ്യാനും വേണ്ടി, എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഭരണയന്ത്രം ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് ജനങ്ങളോട് പറയാനാണ് ജനങ്ങൾ മനസ്സിലാക്കണം. ഇത് ഇന്ത്യ ജനാധിപത്യത്തിന് പേരുകേട്ട രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഭരണകക്ഷി അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടിയോട് ചെയ്യുന്ന സംഭവമാണ്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അത് പരാജയം ഉറപ്പായതിൻ്റെ വിഭ്രാന്തിയിൽ നിന്നുണ്ടായിട്ടുള്ള മരണവെപ്രാളാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കോൺഗ്രസിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയത് രാഷ്ട്രീയ വിവാദമാവുകയാണ്. 1823.08 കോടി രൂപ അടയ്ക്കണം എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ ആവശ്യം. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായ ആഘാതം ഏറ്റ നിലയിലാണ് പാർട്ടി. നാരങ്ങ വെള്ളം കുടിക്കാൻ, പശ മേടിക്കാൻ, തീവണ്ടി ടിക്കറ്റ് എടുക്കാൻ പണമില്ല. കോൺഗ്രസിന് പിന്നാലെ CPIക്കും ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയെന്നാണ് വിവരം. 11 കോടി രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് നിർദ്ദേശം. തരംതാണ പ്രതികാര രാഷ്ട്രീയമാണ് നടക്കുന്നതെന്നും ആദായ നികുതി വകുപ്പ് ഗുണ്ടകളെപ്പോലെ പ്രവർത്തിക്കുന്നുവെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിക്കുന്നു. ആദായ നികുതി വകുപ്പിന്റെ നടപടി ഇരട്ടത്താപ്പാണെന്ന് കോൺഗ്രസ് നേതാക്കളായ അജയ് മാക്കാനും ജയറാം രമേഷും പറയുന്നു. രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പ്രതിഷേധം കൊണ്ട് കോൺഗ്രസിന് പ്രശ്നപരിഹാരം സാധ്യമാണ്. നികുതി നടപടികളിൽ കൃത്യത പാലിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബാധ്യതയില്ലേ? കോൺഗ്രസ് ഇരവാദം ഉന്നയിക്കുന്നു എന്ന BJP നിലപാട് എങ്ങനെ രാജ്യം വിലയിരുത്തുന്നു? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. നികുതി ഭീകരതയോ നിയമ നടപടിയോ? എന്നോടൊപ്പം ചേരുന്നു അതിഥികളായി CPM നേതാവ് ശ്രീ A സമ്പത്ത്, ഒപ്പം BJPയിൽ നിന്ന് അഡ്വക്കേറ്റ് S ജയസൂര്യൻ, കോൺഗ്രസ് നേതാവ് റോണി K ബേബി. ആദ്യം ശ്രീ A സമ്പത്തിലേക്ക്. ശ്രീ സമ്പത്ത്, ഒരുപക്ഷെ CPMന് ഇതൊരു വലിയ പ്രശ്നമായിട്ടില്ല, പക്ഷേ കോൺഗ്രസ് വലിയ തോതിൽ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. ആദായ നികുതി വകുപ്പ് തങ്ങളെ മാത്രം വേട്ടയാടുന്നു എന്നതാണ് അവരുടെ ഒരു ആരോപണം. നേരത്തെ ED ഇങ്ങനെ വേട്ടയാടുന്നു എന്ന ആരോപണം ഉണ്ടായിരുന്നു. CBIയെയും സമാനമായി കേന്ദ്ര സർക്കാർ പ്രയോജനപ്പെടുത്തുന്നു എന്ന ആരോപണവും ശക്തമായി നമുക്ക് ഉണ്ടായിരുന്നു. ഈ ആദായ നികുതി വകുപ്പിൻ്റെ ഈ നടപടിയെ CPM എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മനു, ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഇഫ് ദി predator is on prowl, beware and be cautious. Tomorrow you may be the prey. നരഭോജിയുടെ കാൽപ്പാടുകൾ അയൽക്കാരൻ്റെ വീട്ടിൻ്റെ പരിസരത്തും കണ്ടു എന്ന് വെച്ചാൽ നാളെ നിങ്ങളും നിങ്ങളുടെ കുട്ടികളും അടക്കം ആ നരഭോജിക്ക് ഇരയാകാം എന്നതാണ് ഏകദേശ മലയാള പരിഭാഷ. കോൺഗ്രസ് എന്തോ പറയട്ടെ, ED ഉപയോഗിച്ചാലും അല്ല, ഇനി ഇൻ്റലിജൻസ് ബ്യൂറോ ഉപയോഗിച്ചാലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉപയോഗിച്ചാലും അത് CBI ഉപയോഗിച്ചാലും അത് തങ്ങൾക്കല്ലാതെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ, വിശേഷിച്ച് ഞങ്ങളുടെ പാർട്ടിക്കാണ് ഉപയോഗിക്കുന്നതിൽ അത്തരം കാര്യങ്ങളിലെല്ലാം അവർ വല്ലാതെ ഉറക്കം നടിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അത് ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. ഞങ്ങൾ അത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമായും നിയമപരമായും അത് നേരിടുക തന്നെ ചെയ്യും. മുമ്പും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഞങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ്, നേർക്കുണ്ടായിട്ടുള്ളതാണ്, അത്തരത്തിൽ തന്നെ കാണും.
ഇന്നിപ്പോൾ BJP എല്ലാ വിധത്തിലും അവരുടെ വേട്ട നായ്ക്കളെ കെട്ടഴിച്ചു വിടുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയസൂര്യ, ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കല്ല ഞാൻ ഈ പറയുന്നത്, ജയസൂര്യയോടുള്ള എല്ലാ ബഹുമാനവും, ഞങ്ങൾ 3 പേരും അഭിഭാഷകരാണല്ലോ, അല്ല ശ്രീ റോണി പ്രൊഫസറാണ്, ഞാനും ജയസൂര്യ അഭിഭാഷകരാണല്ലോ, അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ചില BJP നേതാക്കളെങ്കിലും നമ്മുടെ ഇതുപോലുള്ള ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ള വാചകം ഞാൻ ഉദ്ധരിക്കുകയാണ്, അവരെ കോട്ട് ചെയ്യുകയാണ്. എന്നോട് അതിൽ ദയവായി ഒരു വിരോധം തോന്നരുതെന്നുള്ള അഭ്യർത്ഥന. ഞങ്ങളുടെ ED, ഞങ്ങളുടെ CBI, ഞങ്ങളുടെ ഇൻ്റലിജൻസ് ബ്യൂറോ, ഇതൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവരുടെ എല്ലാ പേരുകളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, ഇതെല്ലാം പ്രേക്ഷകർക്ക് അറിയാം. ഇന്ത്യയിലെ സ്റ്റാറ്റ്യൂട്ടറി ബോഡികളെ അത്തരത്തിൽ ദുരുപയോഗം ചെയ്തുകൊണ്ട് അൺലീഷിംഗ് ദ ബ്ലഡ് ഹൗൺസ് എന്ന് പറയുന്നത് പോലെ അത്തരത്തിൽ വേട്ടനായ്ക്കളെ കെട്ടഴിച്ചു വിട്ടുകൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്താനുള്ള ശ്രമം, വകവരുത്തുക എന്നത് തന്നെയാണ് എന്തും ചെയ്യും BJP എന്നുള്ളതാണ്. എന്താ ഞാനിത് പറഞ്ഞതെന്നറിയാമോ? നമ്മുടെ 18ാം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വേളയിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഇപ്പോഴും പട്ടാള നിയമമാണ്. നാഗാലാൻഡിലെ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് സെപ്റ്റംബർ വരെ നീട്ടിയിരിക്കുകയാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഏപ്രിൽ മാസം കഴിഞ്ഞ് മെയ് മാസമാകുമ്പോഴേക്കും അതിൻ്റെ ഫലപ്രഖ്യാപനവും കഴിഞ്ഞ് പുതിയ ലോക്സഭ നിലവിൽ വരണം. അപ്പോൾ ജനങ്ങൾ വിധിയെഴുതാനായി പോകേണ്ടത് തോക്കിൻ മുനയിലാണ്. വർഷങ്ങളായി നിലനിൽക്കുന്നു, ഇപ്പോഴും ഇത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരുടേതായ കഴിവുകേടാണ് അല്ലെങ്കിൽ കുറ്റമാണ് എന്ന് സ്വയം പരിശോധന നടത്തട്ടെ. അവിടുത്തെ ജനങ്ങളെ അല്ല കുറ്റം പറയേണ്ടത്. 29 സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്ന ഇന്ത്യൻ യൂണിയനിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി രാജ്യസഭയിൽ അത് തന്നെ നേരത്തെ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്തിട്ടുള്ള അജണ്ടയിൽ ഇല്ലാത്തതായിട്ടുള്ള, അങ്ങനെയാണ് സാധാരണഗതിയിൽ ഈ ബിസിനസ് കൊടുക്കും, അതിൽ അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് അദ്ദേഹം എടുത്ത് അങ്ങനെ ഈ ജമ്മു കാശ്മീരിനെ അതിൻ്റെ ആർട്ടിക്കിൾ 370 പ്രകാരമുള്ള എല്ലാ ആ നിയമപരമായ ഭരണഘടനാപരമായ സാങ്കത്യവും റദ്ദാക്കുക മാത്രമല്ല ഉണ്ടായത്, അബ്രഗേഷൻ ഓഫ് 370 എലോൺ അത് മാത്രമല്ല, അവിടെ നടക്കുന്നത് ആ സംസ്ഥാന പദവി തന്നെ ഇല്ലാതാകുന്നു, സംസ്ഥാനത്തെ രണ്ടാക്കുന്നു. ലഡാക്കിൽ ഇപ്പോൾ എന്താ അവിടെയുള്ള പ്രക്ഷോഭം എന്നുള്ളത് ഈ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ നിയമസഭ ഇല്ല, ഞങ്ങൾക്ക് MLA-മാരില്ല, ഇവിടെ ഒരു കേന്ദ്രഭരണ പ്രദേശമായി തരം താഴ്ത്തുന്നു. പുറത്തുനിന്ന് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉദ്യോഗസ്ഥന്മാർ ഭരിക്കാൻ വന്നതുപോലെ വരുന്നു. ജമ്മു കാശ്മീരിലാകട്ടെ ഇപ്പോഴും പട്ടാളത്തെ പിൻവലിക്കാനായി കഴിയുന്നില്ല. ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം എന്നത് ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ വീണ്ടും ആദായ നികുതി വകുപ്പിൻ്റെ അടുത്ത നോട്ടീസ്, സ്ലാപ്പിംഗ് എ നോട്ടീസ് എന്ന് നമ്മൾ പറയുമല്ലോ, അത്തരത്തിൽ വരിക. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ വേട്ടയാടുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ കണ്ടതല്ലേ ചാണ്ടിഗഡിൽ. പഴയ കഥയൊന്നും അല്ലല്ലോ. നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരംഗം തന്നെ അവിടെ വരണാധികാരിയായി സ്വയം അത്തരത്തിൽ അവരോധിതനായ അദ്ദേഹം ചെയ്യുന്നത് 8 വോട്ടുകൾ എങ്ങനെയാണ് അദ്ദേഹം അത് അസാധുവാക്കി മാറ്റുന്നതിന് വേണ്ടിയും തോറ്റ ആളിനെ ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഭഗീരഥ പ്രയത്നമുണ്ട്. സുപ്രീം കോടതി കയ്യോടുകൂടി ഇത് പിടികൂടിയപ്പോഴാണല്ലോ 2 പേരെ കൂറുമാറ്റത്തിൽ കൂടി അങ്ങനെ BJP വിലക്കെടുക്കുക എന്ന് ഇൻവെർട്ടഡ് കോമയിൽ പറയേണ്ടി വരും. അങ്ങനെ ചെയ്തപ്പോൾ സുപ്രീം കോടതി തന്നെ പറയുകയുണ്ടല്ലോ, എന്താ BJP ധരിച്ചത്, ഈ 2 പേര് ഞങ്ങളുടെ പക്ഷത്ത് കിട്ടിയത് കൊണ്ട് ഇനി സ്ഥലത്തെ MP-യുടെ വോട്ടും കൂടി കിട്ടിയാൽ ഞങ്ങൾക്ക് ജയിച്ചതായി നേരത്തെ പ്രഖ്യാപിച്ച ആൾ തന്നെ വീണ്ടും ജയിച്ചതായി വരും, എങ്ങനെ റീപോളിംഗ് നടത്തിയാൽ മതിയല്ലോ. വീണ്ടും സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ നടത്തിയത് മുഴുവൻ തെറ്റാണ്. അവിടെ ആ ഭരണാധികാരിയെ ശാസിക്കുകയും പ്രോസിക്യൂഷൻ നടപടിക്ക് വിധേയമാകേണ്ടി വരികയും അങ്ങനെ വരേണ്ടി വരും എന്ന് അദ്ദേഹത്തിന് താക്കീത് നൽകുകയും അത്തരം കാര്യങ്ങൾ, ഞാനിപ്പോൾ അത് ആ കാര്യങ്ങളിലേക്ക് വീണ്ടും കിടക്കുന്നില്ല. ഇന്ത്യയിലൊരു മുഖ്യമന്ത്രി ഏത് ഏജൻസി അന്വേഷിച്ചിരുന്നാലും വാസ്തവത്തിൽ ഒരു കുറ്റം ചെയ്താൽ ആ കുറ്റത്തിൻ്റെ മേൽ അത്തരം കാര്യങ്ങളാണ്. ഇപ്പം ജയസൂര്യ അഭിഭാഷകനായതുകൊണ്ട് തന്നെ അറിയാം, ആകെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മാത്രം തർക്കവിഷയമായിട്ടുള്ള ചില ഭേദഗതികളെ തുടർന്ന് സംഭവിച്ചിട്ടുള്ളത് ആരെയും അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്തതിന് ശേഷം ആ അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾ പണ്ട് കരുതൽ തടങ്കലിന് വിധേയമായി ചൈനാചാരന്മാരെന്ന് ആക്ഷേപിക്കപ്പെട്ട് ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാർ, എൻ്റെ പിതാവടക്കമുള്ളവർ വർഷങ്ങൾ 1.5 ഒക്കെ ആയാലും പുറത്തിറങ്ങാൻ കഴിയാതെ ആഭ്യന്തര അടിയന്തരാവസ്ഥക്കാലത്ത് മെയിൻ്റനൻസ് ഓഫ് ഇന്ത്യൻ സെക്യൂരിറ്റി ആക്ട് അനുസരിച്ചിട്ട് ജയപ്രകാശ് നാരായണൻ മുതലുള്ള നിരവധി നേതാക്കൾ VKG ഉൾപ്പെടെയുള്ളവർ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നതുപോലെ ആ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ പോലെയാണ് ഇവിടുത്തെ ഒരു കാര്യം. ഇതിൽ സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റുകൾ കൊടുക്കലും ഇപ്പോൾ EDയുടെ പുതിയ ഏർപ്പാടാണ്. സുപ്രീം കോടതി തന്നെ ചോദിക്കുകയുണ്ടായി, ഒരാളെ അനന്തമായി നിങ്ങൾക്ക് ജയിലിൽ കഴിയണം എന്ന് നിങ്ങൾ തീരുമാനിച്ച് അത്തരത്തിൽ കൊണ്ടുവന്നിട്ട് സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റ് പലപ്പോഴായി കുറ്റപത്രം ഭാഗികമായി നൽകിക്കൊണ്ട് ഇത് നടക്കില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറയുകയുണ്ടായി. മുമ്പ് CBI കുറിച്ച് സുപ്രീം കോടതി സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, കേജ്ഡ് പാരറ്റ് എന്ന്. മനു ഓർമ്മയുണ്ടോ? അത് കൂട്ടിലടക്കപ്പെട്ട തത്ത എന്ന ആ കൂട്ടിലടക്കപ്പെട്ട തത്ത എന്ന് CBI പറ്റി പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നുള്ളത് യജമാനനെ
ഇത്തരത്തിൽ യജമാനന് വേണ്ടി ഇലക്ഷൻ ഡ്യൂട്ടി നടത്തുന്ന ഹഫ്ത പിരിവ് നടത്തുന്ന ഒരു ഏജൻസിയായി അധപ്പതിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട കാര്യം നോക്കുക. വിവാദമൊന്നുമല്ല. ആ ഇലക്ട്രൽ ബോണ്ടുകൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നിരവധി കോർപ്പറേറ്റ് കുടുംബങ്ങൾ, കമ്പനികൾ, പല ഫേംസും എടുത്തിട്ടുള്ളത് എങ്ങനെയാണ്? ജൂലൈയിൽ റെയ്ഡാണ് എങ്കിൽ തൊട്ടടുത്ത മാസത്തിന് മുമ്പ് തന്നെ 30 ദിവസം കഴിയും മുമ്പ് ഇലക്ട്രൽ ബോണ്ടാണ്. ഏപ്രിൽ ആദ്യം റെയ്ഡാണ് എങ്കിൽ മാസത്തിന്റെ കടശി സമ്പത്തിലേക്ക് മടങ്ങി വരാം. അങ്ങ് ഉന്നയിച്ച കാര്യങ്ങൾക്കൊപ്പം ചേർത്ത് വെക്കേണ്ട ചില കാര്യങ്ങൾ ഇതാണല്ലോ നടത്തുക. ഇപ്പോ ശ്രീ പ്രൊഫസർ റോണി, ഇത് കേന്ദ്ര ഏജൻസികൾ പൊതുവെ പ്രതിപക്ഷ കക്ഷികളെ വേട്ടയാടുന്നു എന്ന ഒരു ആരോപണം ഉണ്ട്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് നികുതി അടയ്ക്കുക എന്നൊരു ഉത്തരവാദിത്വം, അല്ലെങ്കിൽ നികുതി കണക്കുകൾ കൊടുക്കുക എന്നൊരു ഉത്തരവാദിത്വം ഏതൊരു പൗരനുള്ള പോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമുണ്ട്. അവർക്ക് നികുതി ഇളവുകളുണ്ട്, പക്ഷേ അതിന് കൃത്യമായ കാര്യങ്ങൾ നൽകണം. ഇവിടെ അത് നൽകിയില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 1823.08 കോടി രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക. അത് സാധ്യമാണോ? മനു, BJP നേതൃത്വം നൽകുന്ന NDA അവർ പറയുന്നത് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ആണ്. പക്ഷേ അവരുടെ ഈ നടപടികൾ കാണിക്കുന്നത് നോൺ ഡെമോക്രാറ്റിക് അലയൻസ് എന്നാണ്. തീർത്തും ജനാധിപത്യ വിരുദ്ധം. ഇവിടെ എന്നോട് മനു ചോദിച്ചു, നിയമപരമായി പിന്തുടരേണ്ട കാര്യങ്ങൾ നിയമപരമായി പിന്തുടരേണ്ടത്. ഞാൻ ഒരു ഉദാഹരണം, ഇന്ന് 1800 കോടി രൂപയുടെ നോട്ടീസ് തരുന്നു. അതിന് മുമ്പുണ്ടായ ഒരു സംഭവം മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കുക. 2016 കോൺഗ്രസിന്റെ MP മാരും MLA മാരും ലെവി പാർട്ടിക്ക് നൽകിയ വകയിലാണ് 14 ലക്ഷം രൂപ നൽകുന്നു. ആ 14 ലക്ഷം രൂപ നമുക്കറിയാം പല വ്യക്തികൾ കൂടി ചേർന്ന് നൽകുന്നതാണ്. 20,000 രൂപയുടെ മുകളിലുള്ള ആളുകളുടെ പേരും വിലാസവും, കമ്പനികളുടെ പേരും വിലാസവും മാത്രം ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചാൽ മതി. അപ്പം 20,000 രൂപയിൽ താഴെയുള്ളതാണ് കോൺഗ്രസിന്റെ ഇന്ത്യയിൽ മുഴുവനുള്ള MP മാരും MLA മാരും കൂടെ ചേർന്ന് നൽകിയ ലെവിയാണ് 14 ലക്ഷം രൂപ. അത് ഈ പറയുന്ന ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അത് കുത്തിപ്പൊക്കിക്കൊണ്ട് ഈ 14 ലക്ഷം രൂപയുടെ കണക്ക് പറഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായിട്ട് 135 കോടി രൂപ കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ നിന്നും അത് പിടിച്ചെടുക്കുകയും അത് മാത്രമല്ല ചെയ്തത്, കോൺഗ്രസിന്റെ 11 അക്കൗണ്ടിൽ നിന്ന്, കോൺഗ്രസിന് മാത്രമല്ല ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ്, NSU തുടങ്ങിയവയുടെ 11 അക്കൗണ്ടുകളിൽ ആകെ ഉണ്ടായിരുന്നത് 270 കോടി രൂപ അത് മുഴുവൻ ഫ്രീസ് ചെയ്തു. ഈ പറയുന്ന 135 കോടി രൂപ പിടിക്കാനാണെങ്കിൽ ആ 135 കോടി രൂപ പിടിച്ചാൽ പോരെ. അതിനുപോലെ എന്ത് ചെയ്തു? ആ അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും ഫ്രീസ് ചെയ്തു. അതെന്താ? കോൺഗ്രസ് ചലിക്കാൻ പാടില്ല. ഒരു റെയിൽവേ ടിക്കറ്റ് പോലും, രാഹുൽ ഗാന്ധി പറഞ്ഞത് വളരെ കൃത്യമാണ്, ഒരു റെയിൽവേ ടിക്കറ്റ് പോലും എടുക്കുവാൻ പറ്റുന്ന അവസ്ഥയിലല്ല കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ. കാരണം ശരി, ഇവർ നിയമപരമായിട്ടാണ് ചെയ്തതെങ്കിൽ 135 കോടി രൂപ പിടിച്ചിട്ട് ബാക്കി പണം കോൺഗ്രസിന് റിലീസ് ചെയ്ത് തരാമല്ലോ. ആ പണം കോൺഗ്രസിന് റിലീസ് ചെയ്ത് തന്നില്ല. ഇപ്പോഴിതാ വന്നിരിക്കുന്ന ഈ 1800 കോടി രൂപയുടെ കഴിഞ്ഞ 8 വർഷത്തെ ഈ ഇൻകം ടാക്സിന്റെ മുഴുവൻ ഡോക്യുമെന്റ്സും കുത്തിപ്പൊക്കിക്കൊണ്ട് നമുക്കറിയാം, മനുവിന് ഉൾപ്പെടെ അറിയാം, IT നിയമത്തിന്റെ സെക്ഷൻ 13 അനുസരിച്ച് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുഴുവൻ അവർക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് അവരുടെ സംഭാവനകൾ, വരുമാനമല്ല അവർക്ക് കിട്ടുന്ന, കാരണം പ്രവർത്തിക്കുവാൻ ആവശ്യമായ സംഭാവനകളിലൂടെയാണ് പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മീഡിയ വഴി അഡ്വർടൈസ്മെന്റ് ചെയ്യണം. കാരണം ഇന്ത്യയിലെമ്പാടും കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ദേശീയ പാർട്ടിയാണ്, ഒരു പ്രാദേശിക പാർട്ടിയല്ല. ഇന്ത്യയിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലെയും പ്രാദേശിക ചാനലുകൾ ഉൾപ്പെടെ, പ്രാദേശിക പത്രങ്ങൾ ഉൾപ്പെടെ മുഴുവൻ അഡ്വർടൈസ്മെന്റ് നടത്തണം. നേതാക്കന്മാർക്ക് ഇന്ത്യ മുഴുവൻ, സ്റ്റാർ ക്യാമ്പയിനേഴ്സിന് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യണം. അതിനായിട്ടുള്ള എക്സ്പെൻഡിച്ചർ, ഇപ്പം അതെല്ലാം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അക്കൗണ്ടുകളിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അക്കൗണ്ടുകൾ മുഴുവൻ ഫ്രീസ് ചെയ്ത് ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ 8 വർഷത്തെ കണക്കുകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് കോൺഗ്രസിന് ഇപ്പോൾ, കാരണം എന്താ, ഈ ഒരു സാങ്കേതികത്വം മാത്രം പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ കോൺഗ്രസിന്റെ ഈ പറയുന്ന വരുമാനത്തിന്റെ സോഴ്സുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ടിലെ 139 വകുപ്പ് അനുസരിച്ച് കോൺഗ്രസ് ഫയൽ ചെയ്യുന്ന, അല്ലാതെ കോൺഗ്രസ് ഇൻകം ടാക്സ് ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. കോൺഗ്രസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഫയൽ ചെയ്തിരിക്കുന്ന രേഖകൾ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞ ഒറ്റ സാങ്കേതികത്വം മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 1800 കോടി രൂപ പിഴ. ഞാനിവിടെ വളരെ കൃത്യമായി പ്രിയപ്പെട്ട ശ്രീ മനു ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. BJPയുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുക, ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലുണ്ട് BJPയുടെ, വളരെ കൃത്യമായി തന്നെ. പിന്നെ അങ്ങേക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് പരിശോധിക്കാം. കഴിഞ്ഞ 8 വർഷമായി BJP അവിടെ നൽകിയിരിക്കുന്ന, ഇലക്ഷൻ കമ്മീഷൻ നൽകിയിരിക്കുന്ന കണക്കുകൾ, അതിനകത്ത് പേരുകളില്ലാത്ത കണക്കുകളുണ്ട്, അഡ്രസ്സുകളില്ലാത്ത കണക്കുകളുണ്ട്, പേര് അഡ്രസ്സും ഇല്ലാത്ത കണക്കുണ്ട്. കൃത്യമായി ഞാൻ പറയാം, ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് 2021-22 വർഷത്തിൽ BJPയുടേതായി ഇലക്ഷൻ കമ്മീഷൻ അവരുടെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കണക്കുകളിൽ പേരുകളില്ലാത്ത 253 അക്കൗണ്ടുകൾ 2.5 കോടി രൂപ, അഡ്രസ് ഇല്ലാത്ത 126 അക്കൗണ്ടുകൾ 1.5 കോടി രൂപ. അങ്ങനെ കഴിഞ്ഞ 8 വർഷത്തെ BJPയുടെ മുഴുവൻ കണക്കുകൾ പരിശോധിച്ചാൽ
4617 കോടി രൂപ BJPക്ക് പെനാൽറ്റി അടക്കാനായിട്ട് ഈ പറയുന്ന IT ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് നൽകണം. പക്ഷേ ഇവിടെ BJPയുടെ എതിരെ ഏതെങ്കിലും ഒരു നോട്ടീസ് ഈ പറയുന്ന IT നമുക്ക് ഞാൻ മനൂരീകരിച്ച് വെച്ചിട്ടെ. ഇനി കോൺഗ്രസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ കോൺഗ്രസിന് ഒരു നോട്ടീസ് വായിക്കാനുള്ള ഒരു നടപടികൾ ഇൻകം ടാക്സ് സ്വീകരിക്കണം. നമുക്കറിയാമല്ലോ, ഇൻകം ടാക്സ് നൽകുന്ന ഒരു നടപടിയുടെ മുകളിൽ ഇൻകം ടാക്സ് അപ്ലൈറ്റ് ബോർഡുകളുണ്ട്. നമുക്കറിയാം, ഈ വീണ വിജയനുമായൊക്കെ ബന്ധപ്പെട്ട കേസുകൾ, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസുകൾ അവസാനം വരുന്നത് ഈ പറയുന്ന ഇൻകം ടാക്സ് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോഡിയിലേക്കാണ്. അങ്ങനെ ഒരു ബോഡിയിലേക്ക് പോലും പരാതിയുമായിട്ട് പോകുവാനായിട്ട് കോൺഗ്രസിന്റെ ഒരു അവസരം ഇവിടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്നില്ല. പലരും വളർത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലെ മുഴുവൻ നാഷണലൈസ്ഡ് ബാങ്കുകളായിക്കോട്ടെ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ബാങ്കുകളായിക്കോട്ടെ, ഒരു വീഴ്ച വന്നെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കൃത്യമായ കണക്കുകൾ അല്ലെങ്കിൽ നമുക്ക് ഈ തിരിച്ചടവില് വീഴ്ച വന്നാൽ ഒരു വൺ ടൈം സെറ്റിൽമെന്റ് ഉണ്ട്. കോൺഗ്രസ് വൺ ടൈം സെറ്റിൽമെന്റ് നൽകാൻ പോലും നമ്മുടെ നാട്ടിലെ എത്രയോ വലിയ കോർപ്പറേറ്റുകൾ അവർക്കെതിരെ ITയുടെ നോട്ടീസ് വരുമ്പോൾ അവരൊക്കെ പോയി സ്റ്റേ മേടിക്കുന്നു. കോൺഗ്രസിന് അനുകൂലമായ ഒരു സ്റ്റേ കിട്ടരുത് എന്ന് കോടതി വഴി പോലും ഈ IT ഡിപ്പാർട്ട്മെന്റ് ഉറപ്പാക്കിക്കൊണ്ട് ഞാൻ കൃത്യമായി പറയട്ടെ, ഇവിടെ ഒരു സെറ്റിൽമെന്റിനുള്ള ഒരു സ്പേസ് പോലും കോൺഗ്രസിന് നൽകാതെ, അതാണ് ആ ചോദ്യം നമുക്ക് ഒരുപക്ഷെ അഡ്വക്കേറ്റ് ജയസൂര്യന് അതിനെ സംബന്ധിച്ച് മറുപടി നൽകാനുണ്ടാകും. ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ്, ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡാണ് ആ ഒരു തെരഞ്ഞെടുപ്പിൽ വേണ്ടത്. ഒരുപക്ഷെ BJPക്ക് വലിയ വിജയപ്രതീക്ഷയുണ്ടാകും, പക്ഷേ മറ്റൊരാളെ മത്സരിക്കാൻ കൂടി അനുവദിക്കാത്ത തരത്തിലേക്ക് ആണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് ആക്ഷേപം. അതിനെ എങ്ങനെ ന്യായീകരിക്കാനാകും? ഒരല്പം സാവകാശം ഈ കാര്യത്തിൽ കോൺഗ്രസ് അർഹിക്കുന്നില്ലേ ശ്രീ ജയസൂര്യൻ? മനു ചോദിച്ച ചോദ്യം വളരെ സ്വാഭാവികമായ നിഷ്കളങ്കമായ ഒരു ചോദ്യമല്ലേ എന്ന് ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് തോന്നാം. ഒരല്പം സാവകാശമെങ്കിലും കൊടുക്കേണ്ടതല്ലേ എന്ന്. അതായത് ഈ രാജ്യത്തെ ഇൻകം ടാക്സിന്റെ നിയമം അനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ അവർക്ക് നേടാനുള്ള അവകാശമുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്, അവകാശങ്ങളുണ്ട്, ആനുകൂല്യങ്ങളുണ്ട് എന്നിരിക്കെ അതിന് മുന്നോടിയായി നിയമപരമായി പെരുമാറാനുള്ള ബാധ്യത രാഷ്ട്രീയ പാർട്ടികൾക്കുമില്ലേ? ഇതും നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടി ഈ തരത്തിലുള്ള റിട്ടേണുകൾ കൃത്യസമയത്ത് സമർപ്പിക്കുന്നില്ല, കൃത്യമായി സമർപ്പിക്കുന്നില്ല എന്നൊക്കെയുള്ള വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ നോട്ടീസ് കൊടുത്തത്. അങ്ങനെ നോട്ടീസ് കൊടുക്കുമ്പോൾ അതിൽ ആദ്യ ഭാഗത്ത് 2014 മുതൽ 17 വരെ ഉള്ള കാലഘട്ടത്തിൽ 520 കോടി രൂപ പിഴ ചുമത്താൻ മാത്രം കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വിശദീകരിക്കണം എന്ന് കോൺഗ്രസിന് നോട്ടീസ് കൊടുത്തു. 2014 മുതൽ 17 വരെ ഉള്ള കാലഘട്ടം എടുത്തു കാണിച്ചുകൊണ്ട്. അപ്പോൾ കോൺഗ്രസ് എന്താ ചെയ്തത്? ഈ 2014 മുതൽ 17 വരെയുള്ള കണക്കുകളുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് അവിടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവസരമുണ്ടായിരുന്നിട്ടും അത് ചെയ്യുന്നതിന് പകരം നേരെ ഹൈക്കോടതിയിൽ പോയി. എന്നിട്ട് പറഞ്ഞു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്, ഇത് പച്ചയായ രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ പകപോക്കലാണ്, ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ളതാണ്, ഞങ്ങൾ പാപ്പരാക്കുകയാണ് എന്നെല്ലാം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പോയി ഹൈക്കോടതി പറഞ്ഞു. എന്നിട്ട് ഹൈക്കോടതിയോട് പറഞ്ഞു അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ നടപടി റദ്ദാക്കണം. ഹൈക്കോടതി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പരിശോധിച്ചു. കോൺഗ്രസിന്റെ വലിയ വക്കീലന്മാര് ഹൈക്കോടതിയിൽ പോയിട്ട് വാദിച്ചു. ആ സമയത്ത് ഹൈക്കോടതി ഈ വാദം മുഴുവൻ നിരസിച്ചുകൊണ്ട് ആ ഹർജി തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇപ്പൊ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ED BJP ആണ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് BJP ആണ്, IT BJP ആണ് എന്നൊക്കെ പറയുന്നത് പോലെ നാളെ ഇപ്പൊ പറയാൻ പോകുന്നത് കോടതി BJP ആണ്, BJPയുടെ ഉപകരണമാണ് എന്ന് പറയാനല്ലാതെ കോടതിയുടെ മുമ്പാകെ വിശ്വാസയോഗ്യമായ വസ്തുതകൾ അവതരിപ്പിക്കുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഹൈക്കോടതി കോൺഗ്രസിന്റെ ആ അപേക്ഷ നോട്ടീസിനെ അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടീസിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ പോയപ്പോൾ കോടതി എന്തുകൊണ്ടത് തള്ളി? അപ്പോൾ കോടതി ഇത് വെറുതെ അല്ലല്ലോ തള്ളുന്നത്, കോടതി അത് പരിശോധിച്ചു. ജയസൂര്യൻ, ഇവിടെ പ്രൊഫസർ റോണി ഉന്നയിക്കുന്ന ഒരു വിഷയമുണ്ട്. അത് കോടതി തള്ളി ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷേ ഇത് ഒരാൾക്ക് മാത്രം ബാധകമാകുന്നത് എങ്ങനെ? എന്തുകൊണ്ട് BJPയുടെ കണക്കുകൾ കൃത്യമായി പരിശോധിക്കുന്നില്ല? അദ്ദേഹം വലിയ ആരോപണമാണ് ഉന്നയിക്കുന്നത്. അത് കണക്കില്ലാതെ ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ കൃത്യമായി ആര് നൽകിയെന്നില്ലാത്ത വിവരങ്ങളുണ്ട്. അങ്ങനെ ഒട്ടനവധി ആരോപണങ്ങൾ അവരും ഉന്നയിക്കുന്നുണ്ട്. അത് ഏകപക്ഷീയമായി പ്രതിപക്ഷ കക്ഷികൾക്കു നേരെ മാത്രമാകുന്നു എന്ന സംശയമാണ് അവർ ഉന്നയിക്കുന്നത്. ആ സംശയം പ്രതിപക്ഷ കക്ഷികൾക്ക് രാഷ്ട്രീയമായി ഉന്നയിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ശ്രീ റോണി കെ ബേബി തന്നെ പറഞ്ഞ കാര്യം എവിടെ കണ്ട കണക്കാണ് പറഞ്ഞത്? വെബ്സൈറ്റിൽ കണ്ടു,
BJP-യുടെ വെബ്സൈറ്റിൽ കണ്ടു. BJP-യുടെ വെബ്സൈറ്റ് അല്ലല്ലോ ഓഡിറ്റ് ചെയ്തത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. BJP-യുടെ വെബ്സൈറ്റ് അല്ലല്ലോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റ് ചെയ്യുന്നത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ട്. അപ്പോ IT റിട്ടേൺ കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള നിയമമുണ്ട്. ഇൻകം ടാക്സ് സെക്ഷൻ 13A. ഈ 13A പ്രകാരമുള്ള ആനുകൂല്യം കിട്ടണമെങ്കിൽ RPA സെക്ഷൻ 29A പ്രകാരം അത് രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. എന്തൊക്കെയാ കൊടുക്കേണ്ടത്? വരുമാനം കണക്കാൻ അസസിംഗ് ഓഫീസറെ അക്കൗണ്ട്സും അനുബന്ധ രേഖകളും കാണിക്കണം. അത് കാണിച്ചോ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടില്ല. ഇലക്ട്രൽ ബോണ്ട് അല്ലാതെയുള്ള 20,000 രൂപയിൽ കൂടുതലുള്ള തുക നൽകുന്നവരുടെ KYC അത് രേഖപ്പെടുത്തണം. അക്കൗണ്ട് ബുക്കുകൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഇവരുടെ അക്കൗണ്ട് ബുക്കുകളൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഡിറ്റ് ചെയ്ത് ആ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. 2,000 രൂപയിൽ കൂടുതലുള്ള സംഭാവനകൾ ചെക്ക്, DD, ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ECS വഴി മാത്രം സ്വീകരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് 13A ഇൻകം ടാക്സ് ഇളവ് കിട്ടണമെങ്കിൽ 199(4)B അനുസരിച്ച് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നാണ് കോൺഗ്രസിനോട് ചോദിക്കുമ്പോൾ കോൺഗ്രസിന് മറുപടി ഇല്ലാത്തത്. വേണമെങ്കിൽ കോൺഗ്രസിന് പറയാം കൂടുതൽ സമയം വേണം, ഞങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ കോൺഗ്രസ് എന്താ ചെയ്തത്? ഈ നോട്ടീസ് തന്നെ റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോയി, കോടതി അത് തള്ളിക്കളഞ്ഞു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഈ രാജ്യത്തെ നിയമവ്യവസ്ഥകളെയും നികുതി വ്യവസ്ഥകളെയും ആ സംവിധാനങ്ങളെയും മാനിക്കാനോ അംഗീകരിക്കാനോ കോൺഗ്രസിന് ബാധ്യതയില്ല. അപ്പോൾ നിയമ നികുതി സംവിധാനങ്ങളെ അംഗീകരിക്കാത്ത ഇത്തരമൊരു നീക്കം ഈ പറഞ്ഞ സംവിധാനങ്ങൾ അവരും അംഗീകരിക്കില്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അവരുടേതായ നീക്കമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ സമയം താമസിപ്പിക്കുന്നു എന്ന ആരാണ് താമസിപ്പിച്ചത്? ഇപ്പൊ കേജ്രിവാളിന്റെ വിഷയം വന്നപ്പോ പറഞ്ഞു ഇലക്ഷൻ വരുന്നവരെ കാത്തിരുന്നു. ആരാ കാത്തിരുന്നത്? 9 തവണ സമൻസ് നിരസിച്ച കേജ്രിവാള് ഇലക്ഷന്റെ അടുത്ത് വന്നപ്പോഴാണ് ഈ വിഷയം ഉന്നയിച്ചത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് 7 തവണ ED-യുടെ നോട്ടീസ് നിരസിച്ചു. എന്നിട്ട് ഇപ്പൊ എന്താ പറയുന്നത്? ഇലക്ഷൻ വന്ന് ഞാൻ സ്ഥാനാർത്ഥിയായി, ഇപ്പൊ എന്നെ തടയാൻ വേണ്ടിയാണ്. അത് തന്നെയല്ലേ കോൺഗ്രസും പറയുന്നത്? ഇലക്ഷൻ വന്നപ്പോൾ ഞങ്ങളെ പാപ്പരാക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഈ നടപടിക്രമങ്ങളൊക്കെ എത്രയോ നാളുകൾക്ക് മുമ്പ് ആരംഭിച്ചതാ. അന്നൊക്കെ ഇതിനെ അവഗണിച്ചിട്ട്, അന്നൊക്കെ ഇതിനെ പുല്ലുവില കൽപ്പിച്ചിട്ട് ഇലക്ഷനിൽ അത് ബാധിക്കുമെന്ന് വരുമ്പോൾ ഇതാ ഇലക്ഷൻ അട്ടിമറിക്കാൻ പരാജയ ഭീതി കൊണ്ടാണ്, ഞങ്ങളെ തടയുകയാണ്, പാപ്പരാക്കുകയാണ് എന്നൊക്കെ ജയറാം രമേശ് കോൺഗ്രസ് നേതാവ് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ ഇതുകൊണ്ടൊന്നും പാപ്പരാക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് പ്ലാൻ B ഉണ്ട്, ഞങ്ങളുടെ കയ്യിൽ പണമുണ്ട്. അതായത് കോൺഗ്രസ് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള കണക്ക് തെറ്റാണ് എന്ന് പിന്നീട് നടന്ന റെയ്ഡുകളിലൂടെ കണ്ടുപിടിക്കുകയും അതിന്റെയൊക്കെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ അസസ്മെന്റ് വരികയും ചെയ്തത്. അപ്പോൾ അവിടെ ഞാൻ താങ്കളിലേക്ക് ഒന്ന് മടങ്ങി വരാം. നമുക്ക് ശ്രീ എ സമ്പത്തിലേക്ക് കൂടി ഒന്ന് പോകേണ്ടത്. ശ്രീ എ സമ്പത്ത്, അങ്ങനെ ഒരു ന്യായീകരണം BJPക്ക് ഉന്നയിക്കാവുന്നതാണ്. തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ എല്ലാ വർഷവും ഉണ്ട്. ചില ഘട്ടങ്ങളിൽ അത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാകാം, ചിലപ്പോഴത് ചില സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പാകാം, ചിലപ്പോൾ ഒന്നിലധികം സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പാകാം, തദ്ദേശ തിരഞ്ഞെടുപ്പാകാം. ആ തിരഞ്ഞെടുപ്പുണ്ട് എന്നതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു അന്വേഷണം വഴിമുട്ടാനാകില്ല. പക്ഷേ അതേസമയം ഈ കണക്കുകൾ നൽകണം എന്നത് ബാധകമാകേണ്ട ഒരു കാര്യമല്ലേ? അത് എന്തുകൊണ്ട് അത് നമുക്ക് എന്തുകൊണ്ടും അംഗീകരിക്കേണ്ട ഒരു സംഭവമായി മാറുകയല്ലേ ചെയ്യുന്നത്? CPM-ന് ഒരുപക്ഷെ അതിൽ ഒരു വിരുദ്ധാഭിപ്രായം ഉണ്ടാകേണ്ടതില്ലെങ്കിലും ഇന്ത്യ മുന്നണി എന്ന തരത്തിൽ വരുമ്പോൾ ദേശീയ തലത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ ഇതിനെ ന്യായീകരിക്കേണ്ട ബാധ്യത കൂടി CPM-നും വരികയാണോ? മനോ, തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പുകൾ വരും പോകും, സ്ഥാനാർത്ഥികൾ വരും പോകും, ഒരാൾ മാത്രമായിരിക്കും ഒരു മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുക, അത്തരം കാര്യങ്ങളെല്ലാം ഒരു പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ അനിവാര്യമല്ലേ എന്ന് വളരെ ലാഘവത്തോടുകൂടി നമുക്ക് പറഞ്ഞു പോകാൻ കഴിയില്ല. അത് മനുവിനായാലും ഞങ്ങൾ മൂന്നായാലും അങ്ങനെ പറഞ്ഞു പോകാൻ കഴിയില്ല. കാരണം ഞങ്ങൾ 3 വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളെ പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിലെ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഇന്ത്യയിൽ ഈ നടക്കുന്നത് പോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ലോകത്തിലെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിലും നടക്കുന്നില്ല. ഇവിടെ ഹൗസ് ഓഫ് കോമൺസിൽ UK-യിൽ 630ഓളം MP-മാരുണ്ടെന്ന് പറഞ്ഞാലും അവരുടെ മണ്ഡലങ്ങൾ നമ്മുടേതുപോലെ ഇത്ര വിസ്തൃതമല്ല. ഇത്രയും വലിയ സമ്മതിദായകരെ, ഇത്രയും വലിയ ഇലക്ട്രേറ്റിനെ അവർ പ്രതിനിധാനം ചെയ്യുന്നില്ല, അത്രയും ജനങ്ങളെയും അവർ പ്രതിനിധാനം ചെയ്യുന്നില്ല. ഇന്ത്യയിൽ മാത്രമാണ് അങ്ങനെ.
അപ്പം പ്രിയപ്പെട്ട സുഹൃത്ത് ജയസൂര്യ പറഞ്ഞതിൻ്റെ ഞാനൊരു ക്ലാരിഫിക്കേഷൻ ഒന്ന് ചോദിക്കട്ടെ. അപ്പോൾ BJPയുടെ വക്താവ് എന്നുള്ള നിലയിൽ അദ്ദേഹം അതെല്ലാം ന്യായീകരിക്കുമ്പോൾ തന്നെ ഞാൻ കോൺഗ്രസിനെ ന്യായീകരിക്കാൻ വേണ്ടിയല്ല ഞാൻ അത്തരത്തിൽ അഭിഭാഷകനാണെങ്കിലും ഞാൻ ആ വക്കാലത്തെടുത്തുകൊണ്ടല്ല ഇവിടെ പറയുന്നത്. ഞാൻ ആദ്യ റൗണ്ടിൽ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. BJPയുടെ വേട്ടയാടലുകൾ എന്നുള്ളത് ഇപ്പോൾ തുടങ്ങിയതല്ല, നേരത്തെ തുടങ്ങിയതാണ്. ഭൂരിപക്ഷമില്ല എങ്കിലും ഞങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കും എന്ന് ഇവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ 35 സീറ്റുകൾ ഞങ്ങൾക്ക് നൽകിയാൽ കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കി കാണിച്ചു തരാം എന്ന് പറഞ്ഞതാണ്, ഓർമ്മയുണ്ടല്ലോ. ഇവിടെ ഒരു സംസ്ഥാനത്ത് 60 സീറ്റിൽ 44 സീറ്റുകൾ കോൺഗ്രസിന് കിട്ടിയെടുത്ത് BJP ഗവൺമെൻറ് ഉണ്ടാക്കിയത് അരുണാചൽ പ്രദേശിൽ നമ്മൾ കണ്ടതാണ്. ഒരു മുഖ്യമന്ത്രി ഉറങ്ങാനായി പോയി കിടക്കുന്നു, പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൻ്റെ പിന്നിൽ ആരുമില്ലാത്ത ഗതികേട് അദ്ദേഹം കാണുന്നു. ഗോവയിൽ വാസ്തവത്തിൽ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ആയാലും BJPയുടെ നയങ്ങൾക്കെതിരായിട്ടായിരുന്നാലും അവിടെ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷി അല്ലാതായി മാറുന്നു. പക്ഷേ ഓപ്പറേഷൻ മിഡ് നൈറ്റിൽ കൂടി കോൺഗ്രസിന് അധികാരം അവിടെ ലഭിക്കാതെ പോകുന്നു. ജനങ്ങൾ വെള്ളിത്തളികയിൽ വെച്ച് അധികാരം നൽകിയെന്ന് നിങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ ഭാഷയിൽ പറഞ്ഞാൽ മധ്യപ്രദേശിൽ അതാണല്ലോ നടന്നത്. എങ്ങനെയായിരുന്നു പോച്ചിങ് അവിടെ നടന്നത്? മുമ്പ് കർണാടകത്തിൽ എങ്ങനെയായിരുന്നു ഈ കാര്യങ്ങൾ നടന്നത്? ഇതാ ഇപ്പോൾ നമ്മുടെ രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് അഭിഷേക് മനു സിംഗ്വി അവിടെ കോൺഗ്രസിൻ്റെ തന്നെ മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുമുള്ള ഹിമാചൽ പ്രദേശിൽ പരാജയപ്പെട്ടത്? മണിപ്പൂരിൽ എങ്ങനെയാണ് BJP ഗവൺമെൻറ് ഉണ്ടാക്കിയത്? ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള ചിത്രമാണ്. ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ മണി പവറും മസിൽ പവറും മാത്രമല്ല, തങ്ങളുടെ ഏജൻസി പവറും ഈ കാര്യത്തിൽ ഉപയോഗിക്കുകയാണ്. ഒരു മിനിറ്റ് കൂടി എടുത്തുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് നൽകിയതായ വിവരമാണ് ഞാനീ പറയുന്നത്. നമ്മൾ ട്രില്യൺ എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മൾ മില്യൺ ദശലക്ഷം, അപ്പോൾ മില്യൺ ബില്യൺ, അത് കഴിഞ്ഞിട്ട് ട്രില്യൺ, 1,00,000 കോടിയാണ് ഒരു ട്രില്യൺ. നമ്മുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് പാർലമെൻറ്റിൽ നൽകിയൊരു മറുപടിയുണ്ട്. ഇന്നത്തെ ഗവൺമെൻറ് കോർപ്പറേറ്റ് ടാക്സ് ഇനത്തിൽ 15% തുക മാത്രമാണ് കഴിഞ്ഞ 5 കൊല്ലക്കാലം കൊണ്ട് അവർക്ക് പിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? 20.78 ലക്ഷം കോടി രൂപ എന്ന് വെച്ചാൽ ഏകദേശം 21 ലക്ഷം കോടി രൂപയ്ക്ക് 0.22 ലക്ഷം കോടി രൂപയുടെ കുറവേ ഉള്ളൂ. അത്രയും തുക എന്ന് പറയുന്നത് ഈ മഹാരാജ്യത്തിൻ്റെ വർഷത്തെ ബഡ്ജറ്റിൻ്റെ തന്നെ ഏതാണ്ട് 70% വരികയാണ്. ഇത് പിരിച്ചെടുക്കാനായി കഴിയുന്നില്ല. കഴിഞ്ഞ 5 കൊല്ലക്കാലം കൊണ്ടാണ് ഇത് അക്യൂമുലേറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. കോർപ്പറേറ്റ് ഹൗസുകളിൽ നിന്ന് ഇത് പിരിച്ചെടുക്കുന്നില്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പിരിച്ചെടുക്കുന്നില്ല. കോർപ്പറേറ്റ് നികുതി എന്നുള്ളത് തന്നെ 30% നിന്ന് BJP ഗവൺമെൻറ് അത് കുറച്ചു കൊടുക്കുകയും ചെയ്തിട്ടാണ് ഈ അവസ്ഥ എന്ന് കൂടി അറിയണം. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൻ്റെ വളർച്ചയെക്കുറിച്ച് നമ്മുടെ BJP നേതാക്കൾ തന്നെ വാദോരാതെ പ്രസംഗിക്കുമ്പോഴാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് കൂടി അറിയണം. എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ? ഈ ബാങ്കുകാർ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്, അതിന് മുടിവെട്ട് എന്നാണ് പറയുക. ആ മുടിവെട്ട് എന്നുള്ളതിൻ്റെ ഒരു മിനിറ്റ് എനിക്ക് തന്നാൽ ഞാൻ പെട്ടെന്ന് പ്രേക്ഷകർക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടി പറയാം. ഇപ്പോൾ ചില കമ്പനികൾ വായ്പ എടുക്കും, 100 കണക്കിന് 1000 കണക്കിന് കോടി രൂപയാണ് വായ്പ എടുക്കുന്നത്. ആ വായ്പ മിക്കവാറും നൽകിയിട്ടുള്ളതെല്ലാം പൊതുമേഖലാ ബാങ്കുകളാണ്. വെറുതെ അല്ല കൊടുക്കുന്നത്, ഇവിടെ അവരുടെ വീടിൽ മുട്ടി വിളിക്കുകയാണ്. ഇങ്ങനെ ഈ ധനത്തിൻ്റെ അധിപൻ ചെന്ന് മുട്ടി വിളിക്കുന്നത് പോലെയാണ് വായ്പകളെല്ലാം കൊടുത്തിട്ടുള്ളത്. DHFL, ആ DHFLൻ്റെ കിട്ടാക്കടം എന്നത് ഈ ഗവൺമെൻറ് തന്നെ പറഞ്ഞത് 91,000 കോടി രൂപ എന്നാണ്, 1,00,000 അടുപ്പിച്ചാണ്. അത് ഏറ്റെടുത്തത് പരിമളം കോർപ്പറേഷനാണ്. ലഭിച്ചത് 37,250 കോടി രൂപയാണ്. മുടിവെട്ട് നടന്നത് 60%. വീഡിയോകോൺ ഓർമ്മയുണ്ടല്ലോ, ദൂത്തിൻ്റെ വീഡിയോകോൺ. ആ വീഡിയോകോൺ അവർ എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ കിട്ടാക്കടത്തിൽ ഞങ്ങൾക്കിത് 1 ടൈം സെറ്റിൽമെൻറ്റിന് അതിലല്ല എങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റായി അത്തരത്തിൽ അനുവദിക്കുക എന്നുള്ളത് നടന്നില്ല. വേദാന്ത കോർപ്പറേഷൻ ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ടും അത് മാത്രമല്ല ഈ മൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇത്തരത്തിലുള്ള അപവാദങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരു കമ്പനി കൂടിയാണ്. പലതും സത്യമല്ലേ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. 71,433 കോടി രൂപയാണ് കിട്ടാക്കടം. അവിടെ ഇവർ ഏറ്റെടുത്തത് എത്രയെന്നറിയോ? ലഭിച്ചത് 2,962 കോടി രൂപ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹെയർ കട്ടിംഗ് ബാങ്കുകാരുടെ ഭാഷയിലാണ് 95.85%. എങ്ങനെയാണ് ഈ കൊള്ള നടക്കുന്നത്? ഇവിടെ ശിവ ഇൻഡസ്ട്രീസ് ഏറ്റെടുത്തു 4,863 കോടി രൂപയുടേത് കിട്ടാക്കടത്തിന് 318 കോടി രൂപയ്ക്ക് ഏറ്റെടുത്തു. അലോകിൻ്റെ ഇൻഡസ്ട്രീസ് ആണ് ഏറ്റെടുത്തത്. 29,523 കോടി രൂപയാണ് കിട്ടാക്കടമുണ്ടായിരുന്നത്. 5,052 കോടി രൂപ, 83% അവിടെ ആ വിധത്തിൽ എഴുതിത്തള്ളി എന്ന് വേണമെങ്കിൽ പറയാം. ജെറ്റ് എയർവേസിൻ്റെ കിട്ടാക്കടം എന്നുള്ളത് ആ വിധത്തിൽ 7,807. ജാലൻ ഫ്രിറ്റ്സ് എന്ന കമ്പനി ഏറ്റെടുക്കുമ്പോൾ 1,375 കോടി രൂപ. SR സ്റ്റീല്
41,000 കോടി രൂപയാണ് കിട്ടാക്കടം. മിത്തലാണ് ഏറ്റെടുക്കുന്നത്. 32,545 കോടി രൂപയാണ് ഇവിടെ. റിലയൻസ് കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ കിട്ടാക്കടം, റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ആരുടെ എന്നറിയാമല്ലോ, 49,000 കോടി രൂപയാണ് എടുക്കുന്നത്. UV അസറ്റാണ് അവിടെ അത് ഏറ്റെടുക്കുന്നത്. അവർ 4,000 ശിഷ്ടം കോടി രൂപയ്ക്കാണ്. ഭൂഷൺ സ്റ്റീലിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. ആംകോ ഓട്ടോയുടെ അവസ്ഥ ഇത് തന്നെയാണ്. റിലയൻസ് ഇൻഫ്രാട്രൽ എന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല, 47,251 കോടി രൂപയുടെ കിട്ടാക്കടം. അവിടെ 99% മുടിവെട്ട് നടന്നു. 456 കോടി രൂപയ്ക്കാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുക. ഇത് സൂചിപ്പിക്കുന്ന എന്താണെന്നറിയാം, ദിസ് ഈസ് എ ഗവൺമെന്റ് ബൈ ദ കോർപ്പറേറ്റ്സ് ഫോർ ദ കോർപ്പറേറ്റ്സ് ഓഫ് ദി കോർപ്പറേറ്റ്സ്. ഞാൻ താങ്കളിലേക്ക് ഒരു നിമിഷം കൊണ്ട് തിരിച്ചു വരാം. വിലക്കെടുക്കുക എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് അട്ടിമറിക്കുന്നത്, ഇതാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, ശ്രീ പ്രൊഫസർ റോണി, ഒരു കാര്യം പക്ഷേ എല്ലാറ്റിനും അപ്പുറത്തേക്ക് വളരെ വളരെ വ്യക്തമായി നിൽക്കുന്നു. അത് ഈ കൃത്യമായി ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തില്ല എന്നതാണ്. കോൺഗ്രസ്സിന് അങ്ങനെ എന്തെങ്കിലും മറയ്ക്കാനുണ്ടായിരുന്നു എന്ന ഒരു സംശയം കൂടി ഈ സാഹചര്യം ജനിപ്പിക്കുകയല്ലേ? BJP ഇതൊക്കെ കോൺഗ്രസ് ആക്ഷേപിക്കുമ്പോഴും അവർ കൃത്യമായി കണക്കുകൾ നൽകിയിട്ടുണ്ട് എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ CPIക്കും സമാനമായ സാഹചര്യം വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് തൃണമൂൽ കോൺഗ്രസ്സിനും ചില നോട്ടീസുകൾ കിട്ടി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം നടപടികൾ കുറേ കൂടി കർക്കശമാക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്ന് ചിലരെങ്കിലും നമ്മുടെ രാജ്യത്ത് ധരിക്കില്ലേ? ഈ എന്താണ് മറച്ചു വെക്കാനുള്ളത് രാഷ്ട്രീയ പാർട്ടികൾക്ക്? അവരുടെ നികുതി കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഡൊണേഷനെക്കുറിച്ച്, സംഭാവനകളെക്കുറിച്ച് ഒക്കെ ഒന്ന് വ്യക്തമായി അതിൻ്റെ ഇൻകം ടാക്സ് ഫോമുകൾ നൽകുന്നതിൽ എന്താണ് അവർക്കൊരു വീഴ്ച പറ്റുന്നത്? എന്തുകൊണ്ടാണ് ഈ സെക്ഷൻ 13A അവൈൽ ചെയ്യാൻ അവർക്ക് കഴിയാതെ പോകുന്നത്? മനു എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് 2 കാര്യങ്ങളിൽ പ്രിയപ്പെട്ട ശ്രീ ജയസൂര്യൻ വക്കീലിന് മറുപടി കൊടുക്കേണ്ടതുണ്ട്. ജയസൂര്യൻ വക്കീൽ പറയുന്നു BJPയുടെ കണക്കുകളൊക്കെ പാർട്ടിയുടെ വെബ്സൈറ്റിലാണ്, അത് IT ചെകഞ്ഞു നോക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ കൃത്യമായി പറയട്ടെ, അത് BJPയുടെ വെബ്സൈറ്റിലല്ല, ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലാണ് ഞാൻ പറഞ്ഞ കണക്കുകൾ. അത് പ്രകാരം കഴിഞ്ഞ 8 വർഷത്തെ ഈ കണക്കുകൾ പരിശോധിച്ചാൽ 4,617 കോടി രൂപയാണ് BJPക്ക് നികുതി അല്ലെങ്കിൽ ഈ പറയുന്ന IT ചുമത്തേണ്ട പിഴ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. രണ്ടാമത് അദ്ദേഹം ചോദിച്ചു, കോൺഗ്രസ് എന്തിനാണ് കോടതിയിലേക്ക് പോയത്? മറ്റ് സംവിധാനങ്ങളൊക്കെ പരിശോധിച്ചുകൂടെ? കോൺഗ്രസ് എന്താണ് ഇത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് പോയത്? അത് ഞാൻ കൃത്യമായി തന്നെ മറുപടി ഞാൻ ആദ്യ റൗണ്ടിൽ പറഞ്ഞിരുന്നു. കാരണം അതിൽ തന്നെയുള്ള ഒരു അനീതി. കാരണം 14 ലക്ഷം രൂപയുടെ, കാരണം ഞങ്ങളുടെ MP-മാരും MLA-മാരും കൊടുത്ത അതിന്റെ ചുമത്തിയ പിഴ എന്ന് പറയുന്നത് 135 കോടി രൂപ. അത് 14 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ചുമത്തിയ ഇതാണ് 135 കോടി. ആ 135 കോടി രൂപ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ 11 അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത് അതിലുള്ള ആകെ 270 കോടി രൂപയുള്ളൂ. ഇനി ഒരു ചില്ലിക്കാശ്, 1 രൂപ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുന്നത്. ആകെ ഞങ്ങൾക്കുള്ള മുഴുവൻ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തു. എന്തിനു വേണ്ടിയാണ്? അപ്പൊ അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? പ്രതികാര രാഷ്ട്രീയം എന്നുള്ള. നിങ്ങൾ നിയമപരമായിട്ടാണ് IT ഡിപ്പാർട്ട്മെന്റ് ചെയ്തതെങ്കിൽ നിങ്ങൾ 135 കോടി രൂപ അതിനകത്ത് ഡിഡക്ട് ചെയ്തിട്ട് പിടിച്ചെടുത്തിട്ട് ബാക്കി 135 കോടി രൂപ റിലീസ് ചെയ്യാമല്ലോ. നിങ്ങൾ അത് റിലീസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ്, കാരണം IT ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്നും ഒരു നീതിയും ഞങ്ങൾക്ക് കിട്ടില്ല. കാരണം IT ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് BJPയുടെ ഘടകകക്ഷിയാണ്. ഇന്ന് BJPയുടെ മറ്റൊരു പോഷക സംഘടനയാണ് ഇന്ന് IT എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി കോടതിയിലേക്ക് പോയത്. അപ്പൊ കോടതി ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ്, നിങ്ങൾ IT ഡിപ്പാർട്ട്മെന്റിന്റെ സംവിധാനങ്ങളെ നിങ്ങൾ പരാതിയുമായി മുന്നോട്ട് പോവുക എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്നോട് മനു ചോദിച്ചാൽ ഞങ്ങൾ കൃത്യമായി തന്നെ ഞങ്ങൾ ഇന്ത്യൻ ടാക്സ് സ്റ്റേറ്റ്. പക്ഷെ ഇവിടെ വന്ന പ്രശ്നം എന്താണെന്നുള്ളത്, എന്താ ഇവിടുത്തെ പ്രശ്നം? ഞാൻ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 139 വകുപ്പ് അനുസരിച്ച് ഫോം 24A എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഈ പറയുന്ന ഇന്ത്യൻ IT റിട്ടേൺസ് ആയി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്ത് ചെയ്യണം? ഇലക്ഷൻ കമ്മീഷന് നൽകണം. ഇലക്ഷൻ കമ്മീഷൻ അത് സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം. അവിടെ മാത്രമാണ് പ്രശ്നം. അല്ലാതെ കോൺഗ്രസ് ഇന്ത്യൻ ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് എല്ലാ വർഷത്തെയും ഞങ്ങളുടെ വരുമാനത്തിന്റെ വിവരം നൽകാത്തതല്ല അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഞങ്ങൾ IT ഡിപ്പാർട്ട്മെന്റിന് നൽകിയ വിവരങ്ങൾ അത് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ, അതായത് സാങ്കേതികത്വം, ആ ഒരു സാങ്കേതികത്വം മാത്രം ചൂണ്ടില്ല. ഇവിടെ കോൺഗ്രസിൽ നിന്നും 1,800 കോടി പിടിച്ചെടുക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ IT ഡിപ്പാർട്ട്മെന്റ് ലക്ഷ്യം. അറിയാം. കാരണം കോൺഗ്രസിന് 1,800 കോടി രൂപ പോയിട്ട് 100 കോടി രൂപ പോലും എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ പാർട്ടി മുന്നോട്ട് പോകുന്നത്. അല്ല, പക്ഷെ നിങ്ങൾക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നേരിടാൻ കഴിയും എന്ന് പറയുന്ന ആ ശുഭാപ്തി വിശ്വാസത്തെ പണം എവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ് ശ്രീ ജയസൂര്യൻ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, അത് കൃത്യമായി തന്നെ. അല്ല, അതിന് പ്ലാൻ B പറയാം. പ്ലാൻ B ഞങ്ങൾക്ക് കൃത്യമായി നിർദ്ദേശം തന്നിട്ടുണ്ട്. കൂപ്പൺ അടിച്ച് വീടുകൾ കയറി ഫണ്ട് കളക്ട് ചെയ്യുന്നത്, അതാണ് പ്ലാൻ B. കാരണം ഒരു കാര്യം കൂടെ ഞാൻ മനു ചൂണ്ടിക്കാണിച്ചോട്ടെ,
കാരണം 2 മാസം മുമ്പാണ് കോൺഗ്രസ് ക്രൗഡ് ഫണ്ടിങ്, അതായത് ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെ കോൺഗ്രസിന്റെ അക്കൗണ്ടിലേക്ക് പിന്നെ ജനങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിച്ചത്. ഞങ്ങൾക്ക് 25 കോടി രൂപ കിട്ടി. ആ 25 കോടി രൂപ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കും. അത് എന്ത് ന്യായം വന്നു പറയാം? നിങ്ങൾക്ക് കോർപ്പറേറ്റുകൾ തന്ന കാശല്ല, ഈ നാട്ടിലെ ഈ പറയുന്ന നികുതി വെട്ടിച്ചുകൊണ്ട് പോകുന്ന വൻകിട കമ്പനികൾ സംഭാവനയല്ല. ഈ നാട്ടിലെ സാധാരണക്കാരായ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകൾ പാർട്ടിയുടെ വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് ക്രൗഡ് ഫണ്ട് നൽകിയ 25 കോടി. അതാണ് പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ ഈ പറയുന്ന IT അല്ലെങ്കിൽ BJPയുടെ ഈ വേട്ട, ഞാൻ ഒരു കാര്യം കൃത്യമായി പറഞ്ഞോട്ടെ, ഇവിടെ 1300 കോടി അല്ല വലിയ പ്രശ്നം. എന്താണ് ഇവിടുത്തെ വിഷയം എന്നറിയോ? BJP അവരുടെ ഇലക്ട്രൽ ബോണ്ടിൽ വന്ന അവരുടെ ആ വീഴ്ച, അവരുടെ അഴിമതികൾ അവർക്ക് മൂടി വെക്കണം. അതാണ് ഇവിടുത്തെ. BJP മാത്രം സത്യസന്ധരാണ്, BJP മാത്രം അഴിമതി രഹിതരാണ്, BJP മാത്രം അഴിമതിക്കെതിരെ കുരിശുദ്ധം നടത്തുന്നവരാണ്. അരവിന്ദ് കേജ്രിവാളിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിട്ടു. എന്നാ ആ ഡേറ്റ് ഓർക്കണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും സുപ്രീം കോടതിയിൽ നൽകിയ കഴിഞ്ഞ വ്യാഴാഴ്ച എന്ത് ചെയ്യുന്നു? കൃത്യമായി അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അരവിന്ദ് കേജ്രിവാളിന്റെ വിഷയം പയ്യെ മാധ്യമങ്ങളിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായി തുടങ്ങുന്നു. അപ്പോൾ അടുത്ത വിഷയം കൊണ്ടിരുന്നു. കാരണം എന്താ? അരവിന്ദ് കേജ്രിവാൾ അഴിമതിക്കാരനാണ്, കോൺഗ്രസ് അഴിമതിക്കാരനാണ്, കോൺഗ്രസ് ഈ രാജ്യത്തെ ഒരു നിയമവും പാലിക്കുന്നവരല്ല, IT-യുടെ റിട്ടേൺ കൊടുക്കുന്നത്. കാരണം എന്താ? അവർ കൃത്യമായി അവരുടെ ഈ ഇലക്ട്രൽ ബോണ്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. അതാണ് ഇവിടുത്തെ ഈ കോൺഗ്രസിനെതിരെ നടക്കുന്ന ഈ നോട്ടീസ് ആണെങ്കിലും. കാരണം IT-ക്ക് വരിക എല്ലാവരും ഞാൻ പറഞ്ഞത് 1800 കോടി പോയിട്ട് 10 കോടി രൂപ പോലും കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് കൃത്യമായി ഇവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ. കാരണം എന്താ? ഇത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുഴുവൻ ഇവിടെ ചർച്ച ചെയ്യരുത്, ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത്. കാരണം ഞാൻ ഇവിടെ കോൺഗ്രസ് ഈ 138 വർഷം ഈ രാജ്യത്ത് പ്രവർത്തിച്ച പാർട്ടിയാണല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇതിനു മുമ്പ് ജനതാ പാർട്ടിയൊക്കെ ഈ രാജ്യം ഭരിച്ച കാലഘട്ടമുണ്ടല്ലോ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമൊക്കെ കോൺഗ്രസ് നികുതി അല്ലെങ്കിൽ നിയമവിരുദ്ധമായോ ഒക്കെ പെരുമാറുന്ന പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ജനതാ പാർട്ടിയുടെ കാലഘട്ടത്തിലോ BP സിംഗ് ഒക്കെ ഭരിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് എത്രയോ കാലം പിന്നെ കോൺഗ്രസ് ഇതര സർക്കാരുകൾ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. അടൽ ബിഹാരി വാജ്പേയി 5-6 വർഷം ആയിരുന്നല്ലോ. ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഒരു വേട്ട, അതാണ് ഈ രാജ്യത്ത് പുലർത്തിയ ഒരു ജനാധിപത്യ. പക്ഷേ അതിന് ഞാൻ അങ്ങിലേക്ക് മടങ്ങി വരാം. ശ്രീ ജയസൂര്യൻ, അതാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു കാലത്ത് ഒരു സർക്കാർ ഉണ്ടായിരുന്നു, അതും ഇതുപോലെ BJP നേതൃത്വം നൽകുന്ന സർക്കാർ തന്നെ. പക്ഷേ ഇങ്ങനെ പ്രതിപക്ഷ വേട്ടയുണ്ടായില്ല എന്ന് കോൺഗ്രസ് പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നു. BJP അതിന് തിരിച്ചു പറയുന്നുണ്ട്, ഇപ്പോൾ വാജ്പേയി കോൺഗ്രസിനൊക്കെ നല്ലയാളായി മാറി എന്ന് പറയുന്നുണ്ടാകാം. പക്ഷേ മുമ്പെങ്ങും ഇല്ലാത്ത വിധം രാഷ്ട്രീയ കക്ഷികൾ വേട്ടയാടപ്പെടുന്നു എന്ന ആരോപണം പ്രതിദിനം ശക്തമാവുകയാണ്. മറ്റൊന്ന്, BJPക്ക് നേരെ വന്ന ഒരു ആരോപണമായിരുന്നു ഇലക്ട്രൽ ബോണ്ട്. അത് ഗതി തിരിച്ചു വിടാൻ നടത്തിയ തന്ത്രപൂർവമായ നീക്കം കൂടിയാണ് ഇത് എന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം. അതിനെ എങ്ങനെ നേരിടാനാകും BJPക്ക്? ശ്രീ A. സമ്പത്ത് പറഞ്ഞ ഒരു കാര്യവും കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് തന്നെ വരാം. അദ്ദേഹം എപ്പോഴും തന്നെ ആവർത്തിച്ച് പറയാറുള്ള ഒരു കാര്യമാണ്, BJP ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു, അതായത് MLA-മാരെയും MP-മാരെയും വിലക്കെടുക്കുന്നു, സംസ്ഥാന ഗവൺമെന്റുകളെ അട്ടിമറിക്കുന്നു. നിരന്തരമായി CPM ആവർത്തിച്ച് ആരോപിക്കുന്ന ഈ കാര്യം ശ്രീ സമ്പത്ത് ഒന്നുകൂടി ആരോപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ഒരു കാര്യം ചോദിക്കട്ടെ. BJP കുറച്ച് പണമെടുത്ത് കയ്യിൽ പിടിച്ചാൽ, അല്ലെങ്കിൽ അധികാരമെടുത്ത് കയ്യിൽ പിടിച്ചാൽ, അല്ലെങ്കിൽ ഭയപ്പെടുത്തിയാൽ അവിടെ തീരുന്നതേ ഉള്ളൂ ഇവിടുത്തെ കമ്മ്യൂണിസം, ഇവിടുത്തെ കോൺഗ്രസ്, ഇവിടുത്തെ സോഷ്യലിസം? 25 മുൻ CPM MLA-മാരാണ് ഇന്ന് BJP MLA-മാരായിട്ടുള്ളത്. ദൂരോട്ടൊന്നും പോകണ്ട. കേരളത്തിൽ നായനാർ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്ന ശിവദാസ മേനോൻ പിന്നീട് BJP-യാ. അൽഫോൺസ് കണ്ണന്താനം ഇടതുപക്ഷത്തായിരുന്നു, CPM-നോടൊപ്പമായിരുന്നു, ഇപ്പൊ BJP-യാ. അബ്ദുള്ളക്കുട്ടി CPM-നോടൊപ്പം കോൺഗ്രസിനോടൊപ്പം ആയിരുന്നു, ഇപ്പൊ BJP-യാ. കേരളത്തിൽ തന്നെയുണ്ട് അനവധി ഉദാഹരണങ്ങൾ. അഖിലേന്ത്യാ തലത്തില് CPM എന്നോ കോൺഗ്രസ് എന്നോ മറ്റു പാർട്ടി എന്നോ ഒന്നും നോക്കണ്ട, എല്ലാ പാർട്ടികളിൽ നിന്നും BJP-യിലേക്ക് ആൾക്കാർ വരുമ്പോൾ അത് വില കൊടുത്തു വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ BJP-യിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോകുന്നില്ലേ? ഇപ്പോൾ ഈ ഇലക്ഷനിന്റെ സമയത്ത് തന്നെ BJP-യുടെ 2 MP-മാരാണ് കോൺഗ്രസിൽ ചേർന്നത്. അപ്പോൾ അത് വില കൊടുത്തു വാങ്ങിയതാണ്, അത് ഭീഷണിപ്പെടുത്തിയതാണ് എന്നൊരു ആരോപണവും ഇല്ല. അത് BJP-യുടെ തെറ്റായ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടി വിട്ടു എന്നായിരിക്കും വ്യാഖ്യാനം. അപ്പോൾ BJP MP-മാരോ BJP MLA-മാരോ മറ്റു രാഷ്ട്രീയ പാർട്ടി ചേരുമ്പോൾ ജനാധിപത്യത്തെ അട്ടിമറിക്കലല്ല, വില കൊടുത്തു വാങ്ങൽ. ചെറിയ പ്രശ്നമുണ്ട്. ഒന്ന്, ഒരു വിഭാഗം അതൃപ്തരായവർ, സീറ്റ് കിട്ടാത്തവർ പോകുന്നു, അല്ലെങ്കിൽ പാർട്ടി വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്ന അഭിപ്രായമുള്ളവർ പോകുന്നതും, അതേപോലെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട MLA അത് ഉപേക്ഷിച്ച് പോകുന്നതും തമ്മിലൊരു വ്യത്യാസം. എല്ലാവിധ ആനുകൂല്യങ്ങളും പറ്റിയ ഒരാൾ അത് പോകുമ്പോൾ അവിടെയല്ലേ സംശയം ഉയരുന്നത്? അല്ല, അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചത്.
ഈ പറഞ്ഞ കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം, അല്ലെ കോൺഗ്രസിന് പ്രത്യയശാസ്ത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രത്യയശാസ്ത്രം, ഇനി മറ്റു പാർട്ടിക്കാരും ആരും ആയിക്കോട്ടെ, പണം കാണിച്ചാൽ തീരുന്നതാണോ കമ്മ്യൂണിസം? പണം കാണിച്ചാൽ തീരുന്നതാണോ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം? അല്ലെങ്കിൽ ഒന്ന് പേടിപ്പിച്ചാൽ തീരുന്നതാണോ ഇവരുടെയൊക്കെ ആദർശം? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരൊക്കെ എന്തിനാണ് ആ പാർട്ടിയിൽ തുടരുന്നത്? ഈ പാർട്ടിയുടെ പ്രസക്തി തന്നെ പോയില്ലേ? യഥാർത്ഥത്തിൽ നമ്മുടെ പാർട്ടിയിൽ നിന്ന് രക്ഷയില്ലെന്നും പാർട്ടി രാജ്യത്തെ രക്ഷപ്പെടുത്തുകയില്ല എന്നും ബോധ്യപ്പെട്ട ആൾക്കാര് അവരെടുക്കുന്നതായ രാഷ്ട്രീയ തീരുമാനം ബി ജെ പിയോടൊപ്പമാകുമ്പോൾ ബി ജെ പി അവരെ വിലക്കെടുത്തു എന്ന ആരോപണം കൊണ്ടുവരുന്നു, ബി ജെ പി അവരെ ഭയപ്പെടുത്തി എന്ന ആരോപണം കൊണ്ടുവരുന്നു. ഇവിടെ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയെയും പ്രത്യയശാസ്ത്രത്തെയുമാണ് ഈ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും അപമാനിക്കുന്നത്. അതായത് ജീവിതകാലം മുഴുവൻ CPM ആയിരുന്നവർ, ജീവിതകാലം മുഴുവൻ കോൺഗ്രസ് ആയിരുന്നവർ, പാർട്ടിയെ കെട്ടിപ്പടുത്തവർ, 40-50 കൊല്ലം പാർട്ടി നേതാക്കളായിരുന്നവർ ഒരു സുപ്രഭാതത്തിൽ BJP ആവുകയാണ്. അങ്ങനെ BJP ആകുമ്പോൾ അവിടെ ആക്ഷേപിക്കപ്പെടുന്നത് എന്താണ്? കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും കോൺഗ്രസ് പ്രത്യയശാസ്ത്രവും ഒക്കെ അല്ലേ? അപ്പോൾ ആ പ്രത്യയശാസ്ത്രത്തിന് ഇവരെ അവിടെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് BJPക്കെതിരെ പോരാടാനുള്ള ശേഷി കൊടുക്കാൻ കഴിയുന്നില്ല, ആത്മവിശ്വാസം കൊടുക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആദർശപരമായിട്ടുള്ള അടിത്തറ കൊടുക്കാൻ കഴിയുന്നില്ല. ഇതല്ലേ സത്യസന്ധമായിട്ട് അംഗീകരിക്കേണ്ട ഒരു വിഷയം? അപ്പൊ എനിക്ക് അതേക്കുറിച്ച് ചോദിക്കാനുള്ള ആ കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ അന്വേഷണ ഏജൻസികളെല്ലാം ഭരണകക്ഷിയുടെ ചട്ടുകങ്ങളാണ് എന്ന് പറയുന്ന ഈ ആരോപണം, ഇത് സുഖമാണ്, പറയാൻ വളരെ സുഖമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഈ അപേക്ഷ തള്ളിയ ഹൈക്കോടതിയെയും നിങ്ങൾ അങ്ങനെ തന്നെ വിളിക്കുവോ? RSS ആണ്, BJP ആണ് ഹൈക്കോടതി, സുപ്രീം കോടതി. അപ്പൊ BJPക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ വിജയവും, പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായിട്ട് വരുമ്പോൾ അത് ജനാധിപത്യത്തെ കൊല ചെയ്യലുമാകും. ഇപ്പോൾ തന്നെ നമ്മൾ കാണാറുണ്ടല്ലോ, ഏതെങ്കിലും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടന്നു, ആ തെരഞ്ഞെടുപ്പിൽ BJP ആണ് ജയിക്കുന്നതെങ്കിൽ ഇലക്ട്രൽ വോട്ടിംഗ് യന്ത്രത്തിൽ തിരിമറി നടത്തി, ഇതാണ് ആരോപണം. നേരെ മറിച്ച് കോൺഗ്രസ് ആണ് ജയിക്കുന്നതെങ്കിൽ ജനാധിപത്യത്തിന്റെ വൻ വിജയം, ഇതല്ലേ? ഇപ്പൊ BJP എവിടെയെങ്കിലും തോറ്റാൽ ജനാധിപത്യത്തിന്റെ വൻ വിജയമാണ്, BJP എവിടെയെങ്കിലും ജയിച്ചാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ തിരിമറി നടത്തിയതാണ്. ഇതൊക്കെ ജനങ്ങൾ കാണട്ടെ, ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തട്ടെ, ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏകപക്ഷീയമായിട്ടുള്ള കുറ്റാരോപണങ്ങളുടെ കാലഘട്ടം അവസാനിച്ചുവെന്നും സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ രക്ഷയില്ല എന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ കൂടി ആവശ്യമാണ്. അതുകൊണ്ട് അന്വേഷണ ഏജൻസികൾ സ്വതന്ത്രമായി പ്രവർത്തിക്കട്ടെ. ഇലക്ഷൻ കാലഘട്ടം വരെ EDയെ അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അവഗണിച്ചുകൊണ്ട് വിഷയം നീട്ടിക്കൊണ്ടുപോയി സ്ഥാനാർത്ഥിയായി മത്സരമായി ഇലക്ഷൻ വരുമ്പോൾ അയ്യോ ഇലക്ഷൻ കാലത്ത് ജനാധിപത്യം അട്ടിമറിക്കുന്നു എന്നുള്ള പുകമറ സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറിച്ച് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ നോട്ടീസ് കൊടുക്കുമ്പോൾ തന്നെ ഹാജരായി പറയാനുള്ളത് പറഞ്ഞുകൂടെ? ഇപ്പൊ ആയിരക്കണക്കിന് കോടി രൂപ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് റെയ്ഡ് നടത്തി കണ്ടുപിടിച്ചു. കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ കാണിക്കാത്ത തുക, കോൺഗ്രസ് കൊടുത്ത കണക്കിൽ കാണിക്കാത്ത തുക ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തി കണ്ടുപിടിച്ചു. ആ റെയ്ഡിൽ കണ്ടുപിടിച്ചപ്പോൾ മേഘ ഇൻഡസ്ട്രി ഒക്കെ കൊടുത്തിരിക്കുന്ന മേഘ എഞ്ചിനീയറിംഗിന്റെ ഒക്കെ തുക കൃത്യ തെളിവ് സഹിതം ഹാജരാക്കി. എന്നിട്ടാണ് ഹൈക്കോടതി പറഞ്ഞത്, ഇതാ ഞങ്ങളുടെ ഈ തെളിവുണ്ട്, ഈ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ അന്വേഷണം നടത്തുന്നതും ഈ കാര്യങ്ങൾ മരവിപ്പിച്ചിരിക്കേണ്ടത് മരവിപ്പിച്ചതും ഒക്കെ. അപ്പോൾ ഞങ്ങൾക്ക് പണമില്ല എന്ന് പറഞ്ഞ് കരയുന്ന കോൺഗ്രസ്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പത്രങ്ങളിലും ഫുൾ പേജ് പരസ്യം കൊടുക്കാൻ പണമുണ്ടല്ലോ, അത് പ്ലാൻ B ആയിരിക്കും, ആയിക്കോട്ടെ. പക്ഷെ പ്ലാൻ Bയും Cയും ഒക്കെ ഓഡിറ്റഡ് ആയിരിക്കണം, അക്കൗണ്ടബിൾ ആയിരിക്കണം. അത് ഇൻകം ടാക്സിന്റെ ഈ പറഞ്ഞ എല്ലാ വകുപ്പുകൾക്ക് മുമ്പാകെ ഫയൽ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ED ഇനിയും പിറകെ വരും, അത് ഏത് പാർട്ടിയുടെ പിറകെയും വരും. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ സമ്പത്ത്, അതാണ് ശ്രീ ജയസൂര്യൻ ഉന്നയിക്കുന്നത്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട്, അതൃപ്തരുണ്ടാകാം, ചിലപ്പോൾ പാർട്ടി ഉദ്ദേശിച്ച നീക്കങ്ങൾ നടത്തുന്നില്ല എന്ന വിമർശനമുള്ളവരുണ്ടാകാം. അദ്ദേഹം ഇപ്പോൾ ശിവദാസ് മേനോൻ പോയി എന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷേ എനിക്കത് അത്ര കൃത്യമായി അറിയില്ല ശിവദാസ് മേനോൻ BJPയിലേക്ക് പോയോ എന്ന്. ഏതായാലും അങ്ങനെ ആളുകളെല്ലാം പോകുന്നു, അതിലൊരു അസ്വാഭാവികമായി ഒന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് അധികാരത്തിന് പുറത്തിരിക്കുമ്പോൾ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വമില്ല, അവർക്കെതിരെ നിയമ നടപടികൾ എടുക്കേണ്ട ഉത്തരവാദിത്വം ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനില്ലേ? അപ്പോൾ ഇത്രയും കാലം പുറത്തിരുന്ന BJP കോൺഗ്രസ് അഴിമതിക്കാരാണെന്ന് ആരോപിക്കുമ്പോൾ അവർ അധികാരത്തിൽ വരുമ്പോൾ അതിനെതിരെ നടപടി എടുക്കുന്നതിൽ തെറ്റു പറയാനുണ്ടോ? മനോ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ
അന്തരിച്ചുപോയ സഖാവ് ശിവദാസ മേനോനെ കുറിച്ചാണ് പറഞ്ഞത് എങ്കിൽ അത് സത്യത്തിന് നിരക്കുന്നതല്ല. എല്ലാ മേനോന്മാരും സഖാവ് ശിവദാസ മേനോനാണ് എന്ന് ധരിച്ചു കളയരുത്. സഖാവ് ടി ശിവദാസ മേനോൻ അധ്യാപകനായി അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിച്ച് അധ്യാപക സംഘടനയുടെ നേതാവായി CPIഎമ്മിൻ്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു. പക്ഷേ നിയമസഭയിലേക്ക് പലതവണ അദ്ദേഹം വിജയിച്ചു. അദ്ദേഹം ഒന്നിലേറെ തവണ കേരളത്തിലെ മന്ത്രിയായിരുന്നു. ഞങ്ങളുടെ പാർട്ടിയുടെ CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു. ഞങ്ങളല്ല മാഷ് എന്ന് മാത്രം വിളിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷം മാഷ് ചെങ്കൊടി പുതച്ച് യാത്രയായി എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതിയവനാണ് ഞാൻ. സഖാവ് ടി ശിവദാസ മേനോനെ ദയവ് ചെയ്ത് അങ്ങനെ നിന്ദിക്കരുത്. 2, രാഷ്ട്രീയമായി പല ആളുകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും തങ്ങളുടെ സംഘടനയിൽ നിന്ന് അവർ മറ്റേതെങ്കിലും സംഘടനയിലേക്ക് വിട്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമായ കാര്യങ്ങളാണ്. അത് രാഷ്ട്രീയ പ്രവർത്തനം മതിയാക്കിയതിന് ശേഷം ചില ആളുകൾ പുതിയ പാർട്ടിയിലേക്ക് പോകും, ചിലപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോകും, ചിലപ്പോൾ ചില ആളുകൾ നടപടിക്ക് വിധേയരായി മറ്റൊരു പാർട്ടിയിലേക്ക് പോകും. സ്വാഭാവികമായി കേരളത്തിലും ഇങ്ങനെ BJPയിൽ നിന്ന് പല നേതാക്കളും, ഞാൻ എല്ലാവരുടെയും പേരൊന്നും പറയുന്നില്ല, ഞാനതിൽ ജയസൂര്യ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് തന്നെ അറിയാവുന്ന പല നേതാക്കളും CPIഎം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനയിലേക്ക് വന്നിട്ടുണ്ട്. അവർ പ്രവർത്തകരായിട്ടുണ്ട്, നേതാക്കളായിട്ടുണ്ട്. RSSൻ്റെ പ്രവർത്തകനായി അത്തരത്തിൽ ഓപ്പറേഷൻസ് വിത്തിൻ ഇൻവെർട്ടഡ് കോമ പങ്കെടുത്തിട്ടുള്ളവരടക്കം ആ തെറ്റുകൾ പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം സംഭവിച്ചിട്ടുള്ള കാര്യം. എൻ്റെ ചോദ്യം, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു, എന്തായി? MLAമാരായി. MLAമാർക്ക് ഭൂരിപക്ഷമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്വമുള്ള എക്സിക്യൂട്ടീവ് എന്നുള്ളത് ആ മന്ത്രിസഭയാണ്. ആ മന്ത്രിസഭയെ അട്ടിമറിക്കാനായി മന്ത്രിസഭയിലെ ചില ആളുകളും അവിടെ മറ്റ് ചില MLAമാരും ചേർന്ന് കൂറുമാറ്റം നടത്തുന്നു എന്ന്, കുതിരക്കച്ചവടം എന്ന് ഞാൻ പറയാത്തത് കുതിരകളോടുള്ള ബഹുമാനം കൂടി കൊണ്ടാണ് എന്ന് വിചാരിച്ചോളൂ. നമ്മൾ ചില ആളുകൾ മനുഷ്യർ ഇത്തരത്തിൽ ഈ പറയുന്നത്, അതിൽ ഞാൻ ഈ പറഞ്ഞ ചില സംസ്ഥാനങ്ങൾ, ചില സംസ്ഥാനങ്ങളുടെ പേരുകൾ മാത്രം ഞാൻ പറഞ്ഞേ ഉള്ളൂ. BJP എന്താ നടത്തിയത്? ചണ്ഡീഗഡിൽ നടത്തിയതിന് എന്ത് ന്യായീകരണമാണ് ജയസൂര്യൻ, എന്ത് ന്യായീകരണമാണ് പറയാനുള്ളത് ചണ്ഡീഗഡിൽ നടത്തിയത്? ഇവിടെ കേരളത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ നമ്മുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് 140 MLAമാരുണ്ടാകേണ്ടുന്ന കേരള സംസ്ഥാന നിയമസഭയിൽ 35 അംഗങ്ങളുണ്ട് എങ്കിൽ ഞങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കി കാണിച്ചു തരാം എന്ന് പറയുന്നത്? അതെല്ലാം അഹങ്കാരവും ധിക്കാരവും. അതെല്ലാം ഇപ്പോൾ ചിലർ പറയുമല്ലോ, നിങ്ങളൊക്കെ കഞ്ഞി കുടിച്ച് കിടക്കുന്നത് ഞങ്ങൾ അവിടെ കേന്ദ്രത്തിലുള്ളത് കൊണ്ടാണ് എന്ന് പറയുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? കേരളത്തിൽ തന്നെ വന്നിട്ട് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞില്ല എങ്കിലും അദ്ദേഹം കുറേ നാൾ മുമ്പ് വന്നിട്ട് സോമാലിയ എന്ന് വിളിച്ചത്, സോമാലിയ എന്ന് കേരളീയരെ വിളിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം. ഇന്ത്യയിൽ പല കാര്യവും നമ്മളെല്ലാവരും പലതുകൊണ്ടും ഭാഗ്യം ചെയ്തൊരു നാട്. സ്വാമി വിവേകാനന്ദൻ ഇവിടെ വന്നിട്ട് ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച നാടാണ് ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഇവിടെ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയത്തിൽ നിന്ന് നമ്മൾ വഴുതി മാറിപ്പോകേണ്ടതില്ല. BJP എടുത്തുകൊണ്ടിരിക്കുന്ന, അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ, ഇലക്ടറൽ ബോണ്ട് എന്നുള്ളത് സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ലൂട്ടിംഗ് ആണ്, അബ്സല്യൂട്ട് ലൂട്ടിംഗ് ആണ്. ഇത് വാസ്തവത്തിൽ ഒരു നിയമനിർമ്മാണ മുഖാന്തരം അതൊരു ലീഗൽ പ്ലണ്ടറായി, ലെജിറ്റിമേറ്റ് ലൂട്ടിംഗ് ആയി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിയത് സുപ്രീം കോടതി. ഇപ്പോൾ ഇതിൽ ജയസൂര്യൻ, ഞാൻ അഭിഭാഷകരായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അറിയുമല്ലോ, ഇത് കേൾക്കുന്ന പലർക്കും മനസ്സിലാവുമല്ലോ. സുപ്രീം കോടതി ഒരു നിയമത്തെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമെന്നോ നീതീകരിക്കാൻ കഴിയാത്തതെന്നോ നീതിക്ക് നിരക്കാത്തതെന്നോ അല്ല അർത്ഥം. ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞാൽ അതിനപ്പുറം മറ്റൊന്നുമില്ല. ആ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമം കൊണ്ടുവന്നത് 5 നിയമങ്ങളെ അത് ബൈപ്പാസ് ചെയ്തിട്ടാണ്, ഭേദഗതി ചെയ്തിട്ടാണ്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അടക്കം, അല്ലേ, എങ്ങനെ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് അടക്കം, ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ട് അടക്കം, ഇൻകം ടാക്സ് അടക്കം ഭേദഗതി ചെയ്തു. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. പ്രഫുൽ പട്ടേലിനെ അറിയാമല്ലോ മനോ, നിങ്ങൾക്കെല്ലാവർക്കും. പ്രഫുൽ പട്ടേൽ ആരായിരുന്നു? പ്രഫുൽ പട്ടേൽ ഇന്ത്യയുടെ വ്യോമയാന വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം വ്യോമയാന വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ വിദേശത്ത് നിന്നടക്കം ഇന്ത്യൻ എയർ ഇന്ത്യക്ക് വേണ്ടി വിമാനങ്ങൾ വാടകയ്ക്കെടുത്തതുമായി ബന്ധപ്പെട്ട് ആരോപണം പാർലമെൻറ്റിലുണ്ടായി. അത് സംബന്ധിച്ചുള്ള ആരോപണം അന്ന് ഉന്നയിച്ച ഒരാളുടെ പേര് ബൃന്ദാ കാരാട്ട് എന്നാണ്. ഇത് സംബന്ധിച്ചുള്ള കാര്യം പിന്നീട് BJP തന്നെ ആവശ്യപ്പെട്ടു, CBI എൻക്വയറിക്ക് വിട്ടു. CBI എൻക്വയറിക്ക് വിട്ടു വരുമ്പോൾ ഇതിനകത്ത് വിദേശത്തു നിന്നുള്ള പണം, കിക്ക് ബാക്കുകൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യം വന്നാൽ PMLAയുടേതായിട്ടുള്ള പർവ്യൂവിൽ വരണം. അങ്ങനെയാണെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡും ആ എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അന്വേഷണവും നടക്കണം. ഉണ്ടായില്ല എന്ന് മാത്രമല്ല, CBI അന്വേഷണം ഇതാ ഇവിടെ മരവിപ്പിച്ചു. CBI അന്വേഷണം നിർത്തിവെച്ചു. എന്തുകൊണ്ട് നിർത്തിവെച്ചു? പ്രഫുൽ പട്ടേൽ ശരത് പവാർ വിഭാഗത്തിൽ നിന്ന് അജിത് പവാർ വിഭാഗം വിട്ടുപോയപ്പോൾ ആ NCP വിഭാഗത്തോടൊപ്പം അങ്ങനെ പ്രഫുൽ പട്ടേൽ ചേക്കേറി എന്നുള്ളത് കൊണ്ട് അങ്ങനെ BJPയുടേതായ ഇഷ്ടപുത്രനായി മാറി. ഹിമന്ത ബിശ്വ ശർമ്മയെ അറിയുമല്ലോ, അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. ഇന്ന്
ആസാമിലെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് US ഗവൺമെൻറ് തന്നെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയല്ലേ ഉള്ളത്. അമേരിക്കൻ കമ്പനി അവിടെ ഒരു കരാർ ഏറ്റെടുത്തത് അവർക്ക് കിക്ക് ബാക്കുകൾ നൽകിയോ എന്നുള്ളത് US-ലെ അഴിമതി നിരോധന കുറ്റത്തിൽ ഈ ഉദ്യോഗസ്ഥർ പെടുമോ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യയിൽ അത്തരത്തിൽ കരാർ ഒരു അമേരിക്കൻ കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാർക്കടക്കം അത്തരത്തിൽ കോടികൾ കൈക്കൂലിയായി നൽകി എന്നുള്ള ആരോപണമടക്കം നേരിടുന്ന ഒരാൾ, അദ്ദേഹത്തെ അടക്കം ഇങ്ങനെ BJP-യിലേക്ക് ചേർന്നപ്പോൾ എല്ലാം ശരിയായി. അങ്ങനെ നിരവധി ആളുകളുടേതുണ്ട്. ഞാൻ അതിലേക്കെല്ലാം കടക്കുന്നില്ല. ഇവർ BJP-യിലേക്ക് അശോക് ചവാൻ വന്നത് എന്തുകൊണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ശ്രീ റോണിക്ക് നന്നായിട്ട് അറിയാമല്ലോ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം കോൺഗ്രസ്സുകാർ പറഞ്ഞതാണല്ലോ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓമനെ ഞാൻ എൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം സമ്മതിക്കാമെന്നുള്ളതുപോലെ കോൺഗ്രസ് നേതാക്കളോട് അവസാനമായി അർദ്ധരാത്രിയിൽ വിളിച്ചു പറഞ്ഞ ആ ഫോൺ കോൾ ഉണ്ടല്ലോ. ഇത് ജയിൽ വേണമോ BJP-യിൽ ചേരുന്നുവോ, ജയിലിൽ കിടക്കണോ അല്ല BJP-യിൽ നേതാവായിരിക്കണം, ഇതാണ് പല ആളുകളോടും ചോദിക്കുക. ഇത് അവിടെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സർക്കാരിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. അവിടെ ആ നാട്ടിൽ മുൻപ് നടന്ന അവർ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പോൾ കർണാടകയിൽ ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ അവിടെ റിപ്പോർട്ടിങ്ങിന് പോയതാണ്. അന്ന് 40% സർക്കാർ എന്നൊക്കെയുള്ള തരത്തിൽ വലിയ ആക്ഷേപം ഉന്നയിച്ചു. ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ വളരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകും എന്നതാണ്. പക്ഷേ അതൊന്നും ഉണ്ടായിക്കണ്ടില്ല. അപ്പോൾ സർക്കാരുകൾ മാറുമ്പോൾ മറക്കേണ്ട ഒന്നായി മാത്രം നിയമലംഘനങ്ങൾ അവസാനിക്കേണ്ടതുണ്ടോ? അല്ലാത്ത ഒരു രീതിയെ നമ്മൾ പുതിയതായി പരിചയപ്പെടുന്നു എന്നത് മാത്രമായി കണ്ടാൽ മതിയോ ഈ സംഭവങ്ങളെ? മനു, കർണാടകയിലെ പുതിയ സിദ്ധാരാമയ്യയുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം കഴിഞ്ഞ 7 വർഷം BJP സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ അതെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി, അന്വേഷിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ കോൺഗ്രസ് വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ ഉള്ള കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അല്ലാതെ കോൺഗ്രസ് അതിൻ്റെ അകത്തുനിന്ന് ഒരു തരത്തിലും ഒളിച്ചോടിയിട്ടില്ല. പിന്നെ ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ജയസൂര്യൻ വക്കീൽ പറഞ്ഞ ഒരു കാര്യം, ഇവിടെ ആളുകൾ അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട സമ്പത്ത് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് അതിനകത്ത് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. ഇവിടെ BJP-യുടെ പ്രത്യയശാസ്ത്രവും ആദർശവും ഒക്കെ കണ്ടുകൊണ്ട് അതിൽ ആവേശഭരിതരായിട്ടാണ് കോൺഗ്രസിൽ നിന്നൊക്കെ നേതാക്കള് പിന്നെ BJP-യിലേക്ക് പോകുന്നത്. ഇവിടെ എന്താ ഇന്ത്യയിൽ ഇപ്പോൾ ശരിക്കും സംഭവിച്ചിട്ടിരിക്കുന്നത്? അമിത്ഷായുടെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ മറ്റൊരു കൗടില്യ നീതി, കൗടില്യനും അല്ലെങ്കിൽ തോമസ് ഹോബ്സ് എന്ന് പറയുന്ന രാഷ്ട്രീയ ചിന്തകനൊക്കെ പറഞ്ഞിട്ടുണ്ട്, വാട്ട് ഈസ് മോറലി റൈറ്റ് ഷാൽ നോട്ട് ബി പൊളിറ്റിക്കലി റൈറ്റ്. ധാർമ്മികമായി എന്ത് ശരിയാണോ അത് രാഷ്ട്രീയമായി ശരിയല്ല. അതാണ് ഇവിടെ കൃത്യമായി BJP ഈ നേക്കഡ് യൂസ് ഓഫ് പവർ, അധികാരത്തിന്റെ നഗ്നമായ ഉപയോഗം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എത്രയോ BJP നേതാക്കളുടെ അഴിമതികളൊക്കെ എവിടെ പോയി? ഞങ്ങൾ ഒറ്റ ഉദാഹരണം, കറൻസി പിൻവലിച്ച് ഈ രാജ്യത്ത് 100-ൽ പരം ആളുകൾ ATM കൗണ്ടറുകളുടെ മുമ്പിൽ കുഴഞ്ഞു വീണ് മരിച്ചപ്പോഴാണ് കർണാടകയിൽ ഖനി രാജാവായിട്ടുള്ള ജനാർദ്ദൻ റെഡ്ഡി 500 കോടി രൂപ മുടക്കിയാണ് അയാളുടെ മകളുടെ വിവാഹം നടത്തിയത്. ഏതെങ്കിലും ഒരു IT ഡിപ്പാർട്ട്മെന്റോ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഏജൻസിയോ അതിനെക്കുറിച്ച് അന്വേഷിച്ചോ? 2014 മുതൽ അദാനി ഗ്രൂപ്പ് ഇന്ത്യയിൽ കൃത്യമായി മുഴുവൻ പിന്നെ ഭരണ സംവിധാനങ്ങളും അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ ഒരു നിയമവും പാലിക്കുന്നില്ല എന്ന് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ SEBI 2014 മുതൽ 1 ഡസൻ റിപ്പോർട്ടുകളെങ്കിലും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നൽകിയിട്ട് ഒരു ചെറു വീരലെങ്കിലും അദാനി ഗ്രൂപ്പിനെതിരെ എടുക്കുവാനായിട്ട് ഇവിടെ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? ഈ രാജ്യത്ത് ഇവിടെ അല്ലേ എത്രയോ പിന്നെ ഇവിടെ ഹിമാന്ത വിശ്വ ശർമ്മയുടെ കാര്യം പറഞ്ഞു, ലൂയിസ് ബർഗർ കമ്പനിയുമായി പ്രത്യേകതയ്ക്ക് പോകുന്നില്ല. മധ്യപ്രദേശിലെ വ്യാപക അഴിമതി മാത്രം മതിയല്ലോ. 1750 ആളുകളാണ് ദുരൂഹമായി തന്നെ മരിച്ചത് ആ കേസിൽ. ഓർക്കുക, 1750 ആളുകൾ ദുരൂഹമായി കൊല്ലപ്പെട്ട അത്രയും അഴിമതിയുടെ വ്യാപ്തി നിറഞ്ഞ വലിയൊരു അഴിമതിയായിരുന്നു വ്യാപം അഴിമതി. അന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോൾ BJP പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ പ്രതിസ്ഥാനത്ത് നിന്ന് കേസ്, ആ കേസൊക്കെ എവിടെ പോയി? ഇവിടെ ജയസൂര്യൻ വക്കീൽ പറഞ്ഞു നിയമത്തിന് വഴിയെ പോകണം, അല്ലെങ്കിൽ എല്ലാം കൃത്യം. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? വളരെ കൃത്യമായി തന്നെ ഭീഷണിപ്പെടുത്തി. ഇവിടെ ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം ചോദിക്കുന്നത്, DK ശിവകുമാറിനെ എത്ര ക്രൂരമായിട്ടാണ് നിങ്ങൾ വേട്ടയാടിയത്. DK ശിവകുമാറിന്റെ ഭാര്യയുടെ സഹോദരൻ സിദ്ധാർത്ഥ്, അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള എന്റർപ്രണർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കമ്പനിയുണ്ട് കോഫി കഫേ ഡേ എന്ന് പറഞ്ഞുകൊണ്ട്. അദ്ദേഹത്തെ ED സമ്മർദ്ദിച്ചെടുത്തി. എന്തിനാ? DK ശിവകുമാറിനെതിരെ മൊഴി നൽകുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം നേത്രാവതി പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തത് DK ശിവകുമാർ. എന്നിട്ട് 2 ആഴ്ച മുന്നേ സുപ്രീം കോടതി DK ശിവകുമാറിനെതിരെയുള്ള മുഴുവൻ കേസുകളും നിലനിൽക്കുന്നതല്ല, അദ്ദേഹത്തെ രാഷ്ട്രീയമായി ED വേട്ടയാടുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്ത് എത്ര മാധ്യമങ്ങളും ചർച്ച ചെയ്തു. DK ശിവകുമാറിനെ വലിയ അഴിമതിക്കാരനായും വലിയ കൊള്ളക്കാരനായും വലിയ പിന്നെ അഴിമതി വീരനുമൊക്കെ ചിത്രീകരിക്കുന്ന മാധ്യമങ്ങൾ മത്സരിക്കുകയായിരുന്നല്ലോ. പക്ഷെ അദ്ദേഹത്തിനെതിരെ പ്രൊഫസർ റോണി, നമുക്ക് സമയം അവസാനിക്കുന്നതുകൊണ്ട് ഞാൻ 1 മിനിറ്റ് ശ്രീ ജയസൂര്യന് കൂടി നൽകാം.
ഇത് വളരെ കൃത്യമായി നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ആക്ഷേപം ഇതാണ്, അത് ഒരു വിഭാഗത്തിന് നേരെ മാത്രമാകുന്നു. ബി ജെ പിക്ക് താല്പര്യമുള്ള ആരും നിയമത്തിൻ്റെ സ്കാനറിന് കീഴിൽ വരുന്നില്ല. ബി ജെ പി നേതാക്കളാരും അവർക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളൊന്നും അന്വേഷിക്കപ്പെടുന്നില്ല. അവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളൊന്നും വലിയ തോതിൽ ചർച്ചയാകുന്നില്ല. മറിച്ച് അത് പ്രതിപക്ഷമാകുമ്പോൾ അത് ഒരു കൃത്യമായ വേട്ടയാടലിലേക്ക് നയിക്കുന്നു എന്നാണ് പ്രൊഫസർ റോണി ആക്ഷേപിക്കുന്നത്. അത് എത്രമാത്രം നീതീകരിക്കാനാകും ശ്രീ ജയസൂര്യൻ? 60 വർഷക്കാലത്തിലേറെ ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് പാർട്ടിയും അവരുടെ സഖ്യകക്ഷികളും, ഇപ്പോൾ CPM അടക്കമുള്ള അവരുടെ സഖ്യകക്ഷികളും ഈ രാജ്യത്ത് നടത്തിയ അഴിമതികൾ ഉയർത്തിക്കാണിച്ചുകൊണ്ടും അതിനെതിരെ ശക്തമായി ശബ്ദം ഉയർത്തിക്കൊണ്ടുമാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ വലിയ ഭൂരിപക്ഷത്തോടു കൂടി തുടർച്ചയായി അധികാരത്തിൽ വന്നത്. നമുക്ക് വളരെ വ്യക്തമായി കാണാവുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഇത്ര വലിയ മാധ്യമ സിംഹങ്ങളും ഇത്ര വലിയ പ്രതിപക്ഷ മഹാരഥന്മാരും വാണരുളുന്ന ഇന്ത്യയില് ഈ നരേന്ദ്രമോദിയുടെ 10 വർഷത്തെ ഭരണത്തിൽ ഒറ്റ പൈസയുടെ അഴിമതി മുന്നോട്ട് കൊണ്ടുവരാൻ ഇവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല. അഴിമതി വിമുക്തമായിട്ടുള്ള ഒരു ഭരണം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് സാധ്യമാക്കാൻ കഴിയുമെന്ന് തെളിയിച്ച 10 വർഷക്കാലം നരേന്ദ്രമോദിക്ക് സാധിച്ചുവെങ്കിൽ അതിന്റെ കാരണം ഞങ്ങൾ പറഞ്ഞ ആരോപണങ്ങൾ സത്യമാണ് എന്ന് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകളോടുകൂടി അന്വേഷണ ഏജൻസികൾ പ്രതികളെ അറസ്റ്റ് ചെയ്ത് തുടങ്ങി, അവർക്കെതിരെ നിയമ നടപടികൾ എടുത്തു തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ കേവലം ആരോപണമല്ല ഉന്നയിച്ചതെന്നും ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ തെളിവ് സഹിതമെടുത്ത് അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമാണെന്നും അവർക്ക് അറസ്റ്റ് ചെയ്യാനും നിയമ നടപടി നടത്താനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുമാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സമയം അവസാനിക്കുന്നത് കൊണ്ടാണ് ഈ ചർച്ചയിൽ കൂടുതൽ കാര്യങ്ങൾ താങ്കൾക്ക് വ്യക്തമാക്കാനുണ്ട്. പക്ഷേ നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഇത് അവസാനിപ്പിക്കേണ്ടി വരുന്നത്. വളരെ നന്ദി. എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്ത CPM നേതാവ് ശ്രീ സമ്പത്ത്, ഒപ്പം തന്നെ BJP നേതാവ് ശ്രീ ജയസൂര്യൻ, കോൺഗ്രസ് നേതാവ് റോണി കെ ബേബി. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. രാജ്യത്ത് നികുതി ഭീകരത എന്ന കോൺഗ്രസിൻ്റെ ആക്ഷേപം എത്രമാത്രം ശരിയാണ് എന്നാണ് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ചർച്ചയായി വെച്ചിരുന്നത്. അത് നികുതി ഭീകരതയാണ് എന്ന ആക്ഷേപം ശരിവെക്കുന്നത് 60% ആളുകളാണ്. എന്നാൽ നികുതി ഭീകരത ഇല്ല എന്ന് 38% ആളുകൾ വിധിയെഴുതുന്നു. ഇത് നിയമ നടപടിയാണ് എന്നവർ കണക്ക് കൂട്ടുന്നു. നിഷ്പക്ഷമായി 2% ആളുകൾ അവരുടെ നിലപാടെടുത്തിരിക്കുന്നു. ഇന്നത്തെ പ്രൈം ഡിബേറ്റ് ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.